بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وبعد، فيقول المصنف شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه كتاب التوحيد: باب من هزل بشيء فيه ذكر الله أو القرآن أو الرسول. وقول الله تعالى: ولئن سألتهم ليقولن إنما كنا نخوض ونلعب. عن ابن عمر ومحمد بن كعب وزيد بن أسلم وقتادة دخل حديث بعضهم في بعض أنه قال رجل في غزوة تبوك: ما رأينا مثل قرائنا هؤلاء أرغب بطونا ولا أكذب ألسنا ولا أجبن عند اللقاء، يعني رسول الله صلى الله عليه وسلم وأصحابه القراء. فقال له عنف بن مالك: كذبت ولكنك منافق، لأخبرن رسول الله صلى الله عليه وسلم. فذهب عوف إلى رسول الله صلى الله عليه وسلم ليخبره، فوجد القرآن قد سبقه. فجاء ذلك الرجل إلى رسول الله صلى الله عليه وسلم وقد ارتحل وركب ناقته، فقال: يا رسول الله، إنما كنا نخوض ونلعب ونتحدث حديث الركب نقطع به عنا الطريق. قال ابن عمر: كأني أنظر إليه متعلقا بنسعة ناقة رسول الله صلى الله عليه وسلم، وإن الحجارة لتنكب رجليه، وهو يقول: إنما كنا نخوض ونلعب. فيقول له رسول الله صلى الله عليه وسلم: أبالله وآياته ورسوله كنتم تستهزئون؟ ما يلتفت إليه وما يزيده عليه. فيه مسائل: الأولى وهي العظيمة، أن من هزل بهذا فهو كافر. الثانية أن هذا هو تفسير الآية في من فعل ذلك كائنا من كان. الثالثة الفرق بين النميمة والنصيحة لله ولرسوله. الرابعة والفرق بين العفو الذي يحبه الله
وبين الغلة على أعداء الله. الخامسة أن من الأعذار ما لا ينبغي أن يقبل. സഹോദരന്മാരെ, 47-ാമത്തെ അധ്യായം. ബാബു മൻ ഹസന ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ് അവിൽ ഖുർആനി അവിൽ റസൂൽ. ഇതാണ് തർജുമത്തുൽ ബാബ്. ഈ അധ്യായത്തിന് മുസന്നിഫ് റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ള തലവാചകം. എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൻ ഹസന, ഒരാൾ പരിഹസിച്ചു. ഹസ്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹാസമാണ്. പരിഹാസം കലർന്ന തമാശകൾ, അതാണ് യഥാർത്ഥത്തിൽ ഹസ്ല്. ജിത്ത് എന്നതിന്റെ നേരെ വിപരീതമായിട്ടാണ് ഹസ്ല് എന്നുള്ളത് അറബിയിൽ പ്രയോഗിക്കുന്നത്. ഒരു കാര്യം സീരിയസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ജിദ്ദ് എന്ന് പറയും. ഒരു കാര്യം നമ്മൾ തമാശയായിട്ട് പറയുന്നുവെങ്കിൽ അതിനെ ഹസ്ല് എന്ന് പറയും. അത് തന്നെയും അല്പം പരിഹാസം കലർന്നിട്ടുള്ള തമാശയാണെങ്കിൽ അതാണ് കൃത്യമായ ഹസ്ൽ. ഒരാൾ പരിഹാസത്തോടു കൂടിയുള്ള തമാശ അതിരുവിടുന്ന സന്ദർഭമുണ്ട്. തീർത്തും നിരുപദ്രവകരമായിട്ടുള്ള ചെറിയ തമാശകൾ അത് മുബാഹാണ്. മുബാഹായ കാര്യങ്ങൾ തന്നെ അതിരുവിടുകയാണെങ്കിൽ, കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അത് ഫുദൂലിയ, അതിലേക്കാണ് അനാവശ്യമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള തെറ്റായ നടപടിയിലേക്കെത്തും. പക്ഷെ ഈ തമാശയിൽ പരിഹാസം കൂടിക്കലർന്നാലോ അപ്പൊ തമാശയുടെ പരിധിയിൽ നിന്ന് അത് പുറത്തുപോയി. അതും പരിഹസിക്കുന്ന വിഷയം ഏത് തരത്തിലുള്ളതാണ്? ഇവിടെ പറയാൻ പോകുന്നത് കുഫ്റായി തീരുന്ന പരിഹാസം. ഒരാൾ പരിഹാസത്തോടു കൂടിയുള്ള തമാശ പറഞ്ഞു. മൻ, ഒരു ഉത്തരം. ഹർജന, അയാൾ തമാശ പറയുന്നു, പരിഹാസം കലർന്ന തമാശ. അയാളുടെ തമാശക്ക് അയാൾ വിധേയമാക്കുന്ന വിഷയം ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ്, ഏതെങ്കിലും ഒരു കാര്യം, ആ കാര്യത്തിൽ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ പരാമർശമുണ്ട്. അള്ളാഹിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ദിക്റുകൾ, അത് തമാശ പറയാനുള്ള വിഷയമല്ല, അത് പരിഹസിക്കാനുള്ള വിഷയമല്ല. അവിൽ ഖുർആൻ, ഖുർആൻ എന്നുള്ളത് അത്ബ് ചെയ്യുന്നത് ബിശൈഇൻ, ഒരാൾ പരിഹാസപൂർവ്വം തമാശ പറയുന്നത് ഒന്നുകിൽ അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവിർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ അവന്റെ ഗ്രന്ഥമായ ഖുർആനിനെ കുറിച്ചോ അല്ലെങ്കിൽ അവന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ ഒരാൾ പരിഹസിക്കുന്നു, പരിഹാസപൂർവമുള്ള തമാശയാക്കി അവതരിപ്പിക്കുന്നു എങ്കിൽ ഫഖദ് കഫർ, ഫഖദ് കഫർ. അത് അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് തലവാചകത്തിൽ പറഞ്ഞിട്ടില്ല, ഖുർആന്റെ നസ്റിൽ തന്നെ അത് കുഫ്റാണ് എന്ന് ഇതിന് കൊടുത്തിട്ടുള്ള തെളിവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കണം, നമ്മൾ വളരെ നിരുപദ്രവകരമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ കുഫ്റിലേക്ക് എത്തുന്നത്. ഒരു തരത്തിലും ദോഷം ചെയ്യാത്ത ചെറിയ തമാശകൾ അത് മുബാഹാണ് എന്നാണ് പറയാം. അങ്ങനെയുള്ള മുബാഹായ തമാശ തന്നെ കൂടുതൽ ഒരാൾ അധികരിപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും തമാശ പറയുന്നത് അത് ചേരുടെ ഒരു സ്വഭാവമാണ്. വെറും തമാശ അങ്ങനെയാണെങ്കിൽ അത് മുബാഹാണ് എന്ന് പറയാൻ പറ്റില്ല, അത് ഫുദൂലിയാത്തിൽ പോകും. ഫുദൂലിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ അധികരിപ്പിക്കുന്നതാണ് ഫുദൂലിയാത്ത്. തെറ്റാണ്.
ഒരു മുസ്ലിമിന്റെ വഴി അയാൾ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് അയാൾ വറഅ് പുലർത്തുക എന്നുള്ളത്. എന്താണ് വറഅ്? തർക്കു മാ യദുറുഹു ഫിൽ ആഖിറ. പരലോകത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതയാൾ വർജിക്കണം. അത് നിർബന്ധമാണ്, അത് മിനിമമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മുഅ്മിൻ അയാളുടെ ഈമാനിന്റെ അയാളുടെ ഇഖ്ലാസിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അസ്സുഹദ്. സുഹദ് എന്ന് പറയുന്നത് തർക്കു മാ ലാ യൻഫഉഹു ഫിൽ ആഖിറ. പരലോകത്തിൽ തനിക്ക് ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണമായിട്ട് വൈകുന്നേരത്ത് പ്രത്യേകിച്ച് നിർബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരാൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ കളിയോ അല്ലെങ്കിൽ ഒരു വിനോദമോ ഒക്കെ അയാളെ 10 മിനിറ്റ് ഒന്ന് നോക്കി നിന്നു, കണ്ടു, വേറെ അനാവശ്യമായ കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. അതെന്താണ്? അത് മുബാഹായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തും രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും ഫുൾ കളിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുബാഹായ ഒരു കാര്യമല്ല ചെയ്യുന്നത് എന്നതിൽ നിന്ന് വിട്ടു, അത് ഫുമൂലിയാത്തിലേക്ക് പോയി. ഫുമൂലിയാത്ത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. അത് വറഅന്റെ ബാബിൽപ്പെട്ടതാണ്. തെറുക്കുമായില്ലാത്തത്. പരലോകത്തിൽ തനിക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കേണ്ടതാണ്, അതിൽപ്പെടും. എന്നാൽ അത് കുറഞ്ഞ അളവിലായപ്പോൾ വല്ലപ്പോഴും ആയപ്പോഴാണ് ഒന്ന് ചെയ്തതാണെങ്കിൽ വെറും മുബാഹ് മാത്രമാണ്. പക്ഷെ അത് മുബാഹായ ഒരു കാര്യം വളരെയധികം ആവർത്തിക്കുകയും അതൊരു ശീലമാക്കി കൊണ്ടുവരികയും ചെയ്താൽ ഫുമൂലിയാത്തിലേക്ക് പോകുന്നു. എന്നതുപോലെ ചിലർ തമാശ പറയും, വളരെ അപൂർവമായിട്ട് തമാശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ അപൂർവമായിട്ട് തമാശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫുള്ളൊരു തമാശക്കാരനാണ്, എപ്പോഴും കോമഡി ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർ സംസാരിക്കുന്നത് ഫുൾ കോമഡി, അവരുടെ മൊബൈലിലുള്ളത് കംപ്ലീറ്റ് അത്തരത്തിലുള്ള കോമഡികൾ. ആരെങ്കിലും സുഹൃത്തുക്കളോ അല്ലാത്തവരോ വന്നാൽ ഒരു നല്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല, വെറും ഈ കോമഡി തന്നെ. അപ്പോ എപ്പോഴെങ്കിലും ഒരു കോമഡി ഒരാളൊന്ന് കേട്ടു അല്ലെങ്കിൽ ഒരു കോമഡിയെ കുറിച്ചൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, അത് മുബാഹാണ്. പക്ഷെ ഇതൊരു ശീലമാക്കി അധികരിപ്പിച്ചാൽ ഫുമൂലിയാത്തിലേക്ക് പോകുന്നു, തെറ്റാണ്. ഇനി അവിടുന്ന് പോയി ഇങ്ങനെ കോമഡിക്കും അതുപോലെ തന്നെ തമാശക്കും ഉപയോഗിക്കുന്നത് ഈ 3 കാര്യങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ്. അള്ളാഹിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള വാക്ക് തന്നെ വേണമെന്നില്ല. അള്ളാഹിന്റെ ദിക്റ്, അള്ളാഹിനെ കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ഏതുമാകാം. അതല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള അവന്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാകാം. ഈ 3 കാര്യങ്ങൾ അല്ലാഹ്, ശൈഉൻ ഫീഹി ദിക്റുല്ലാഹ്, അൽ ഖുർആൻ, അൽ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പരിഹാസപൂർവ്വം തമാശ പറയാനുള്ള വിഷയമാക്കി തീർത്താൽ ഫഖദ് കഫർ. അത് ഹറാമിലല്ല ഉൾപ്പെടുന്നത്. അത് വെറും ഒരു ഹറാം, ഒരു മഅസിയത്തായിട്ടല്ല അത് ഉൾപ്പെടുന്നത്. അത് കുഫ്റാണ്, വ്യക്തമായ കുഫ്ർ. ഈ പറഞ്ഞതിനുള്ള തെളിവെന്താണ്? മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ പറഞ്ഞിട്ടുള്ളതിന്റെ തെളിവ് ഖുർആനിൽ നിന്നുള്ള ആയത്താണ് ഉദ്ധരിക്കുന്നത്. തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള കുഫറിലേക്ക്, എല്ലാ കുഫറും ഏതിലേക്ക് ഉൾപ്പെടുന്നു? ശിർക്കിലേക്ക് പോകുന്നു. ശിർക്കല്ലാൽ കുഫറായിരിക്കും, കുഫറല്ലാൽ ശിർക്കുമായിരിക്കും. ഇവിടെ ഇത് അല്ലാഹുവിനെ കുറിച്ച് ഒരാൾ ഈ തരത്തിലുള്ള പരിഹാസം നടത്തിയാൽ അത് ഇൽഹാദാണ്, ഇൽഹാദ് ശിർക്കുമാണ്. ഖുർആനിനെ കുറിച്ച് ഈ രൂപത്തിലുള്ള ഒരു പരിഹാസം ഒരാൾ നടത്തിയാൽ അത് ഇൽഹാദാണ്, ഇൽഹാദ് ശിർക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ ഈ തരത്തിൽ പരിഹസിച്ചാൽ അത് ഇൽഹാദാണ്, അത് കുഫറും അത് ശിർക്കുമാണ്. അതുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ വിഷയം കിതാബ് തൗഹീദിന്റെ മസ്അലകളിൽ, അധ്യായങ്ങളിൽ, മസായിലുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു അധ്യായമാക്കി തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട്
അതിന്റെ തലവാചകം ക്ലിയർ ആയിട്ട് വായിക്കുക. മൻ ഹസര, ഒരാൾ പരിഹസിക്കുന്നു, പരിഹാസപൂർവമുള്ള തമാശ പറയുന്നു. എന്താണ് അയാൾ പരിഹാസപൂർവമുള്ള തമാശയ്ക്ക് ഉപയോഗിക്കുന്നത്? വിഷയ്, ഏതെങ്കിലും ഒരു കാര്യം, ഫീഹി ദിക്റുള്ള, അതിൽ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉൾപ്പെടുന്ന ഒരു കാര്യം അത് പരിഹസിക്കാൻ, പരിഹാസപൂർവ്വം തമാശ പറയാൻ ഒരാൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അബിൽ ഖുർആൻ, അത്ബ് മടങ്ങുന്നത് ഷെയ്ഇലേക്കാണ്, മൻ ഹസര ബിൽ ഖുർആൻ എന്നർത്ഥം. ഖുർആനിനെ ഒരാൾ തമാശക്കും പരിഹാസത്തിനും ഉപയോഗിച്ചു. അബിൽ റസൂൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമാശക്ക് പരിഹാസത്തിന് ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അയാളുടെ വിധിയുണ്ട്. അയാളുടെ വിധി മഫ്ഹൂമാണ്, ദീനിൽ മുത്തഫഖായ കാര്യമാണ്, മുസല്ലമാത്തിൽപ്പെട്ടതാണ്. ഫഖദ് കഫർ, അയാൾ കാഫിറായിരിക്കുന്നു എന്നുള്ളത്. അതിനുള്ള തെളിവ് സൂറത്തു തൗബയിൽ നിന്നുള്ള 65-ാമത്തെ ആയത്ത്. 65-ാമത്തെ ആയത്ത്, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. ഈ ആയത്ത് സൂറത്തു തൗബയിൽ അതിനപ്പുറം 2 ആയത്തുകളും കൂടിയുണ്ട്. അത് പൂർണ്ണമായി നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇത് യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറ, മുനാഫിഖീങ്ങളായ ആളുകൾ ഭയപ്പെടുന്നു, നബിയെ താങ്കൾക്ക് ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗം, ഒരു അധ്യായം ഇറക്കപ്പെടുന്നത്, തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം, ആ ഖുർആനിൽ നിന്ന് അവതരിച്ചു കിട്ടിയ ഭാഗത്തിൽ, അധ്യായത്തിൽ അവരുടെ ഹൃദയത്തിലുള്ളത് അവരോട് താങ്കൾ പറഞ്ഞ് അവരുടെ നിജസ്ഥിതി വെളിപ്പെടുത്തുമോ എന്നുള്ളത് അവർ ഭയപ്പെടുന്നു. ഖുൽ, പറഞ്ഞേക്കുക, ഇസ്തഹ്സിഉ, നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക, ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്സറൂൻ, നിങ്ങൾ എന്തൊന്നാണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നതല്ലേ, അത് അല്ലാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. വലഇൻ സഅൽതഹും, അവരോട് താങ്കൾ ചോദിക്കുകയാണെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാക്ക് പറയുന്നത്, പരിഹാസം കലർന്നിട്ടുള്ള ഇത്തരം തമാശകളിലേക്ക് നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവരുടെ മറുപടി അവർ പറയുക തന്നെ ചെയ്യും, ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കാര്യമായി സംസാരിച്ചതല്ല നബിയെ, അത് നഖൂദ്, വെറും വർത്താനം ഇങ്ങനെ സംസാരിച്ചതാണ്. ഖാള എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഞങ്ങളൊരു സംസാരത്തിൽ അങ്ങോട്ട് മുഴുകിയപ്പോ ലൂസായിട്ട് സംസാരിച്ചപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. വനൽഅബ്, അത് തന്നെയും വിനോദമായി പറഞ്ഞതാണ്, തമാശയായി പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് കാര്യമായിട്ട് പറഞ്ഞതല്ല. ഖുൽ, അത്തരക്കാരോട് പറയുക നബിയെ, അബില്ലാഹി വആയാതിഹി വറസൂലി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾക്ക് പരിഹസിക്കാൻ മറ്റൊന്നുമില്ലേ, അള്ളാഹുവിനെ കൊണ്ടാണോ നിങ്ങളുടെ പരിഹാസം, അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ പരിഹാസം, അള്ളാഹുവിന്റെ ദൂതനെ കൊണ്ടാണോ നിങ്ങളുടെ പരിഹാസം? ലാ തഅ്തദിറു, ഇനി നിങ്ങൾ ഒരു എക്സ്ക്യൂസും വന്ന് പറയേണ്ടതില്ല. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല. അത് കഫർത്തും, നിങ്ങളുടെ ഈ നടപടിയിലൂടെ നിങ്ങൾ കുഫറിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ബഅദ ഈമാനിക്കും, ഈമാൻ നിങ്ങൾക്കുണ്ടായതിന് ശേഷം നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ട് മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിക്കുകയായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഈ നടപടിയിൽ മുഴുകിയത് കാരണത്താൽ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വചനങ്ങളെക്കുറിച്ചും അവന്റെ ദൂതനെക്കുറിച്ചും നിങ്ങൾ പരിഹാസം കലർന്നിട്ടുള്ള തമാശയിൽ മുഴുകിപ്പോയതിനാൽ നിങ്ങൾ കുഫറിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് നാം പുറത്തു കൊടുത്താൽ തന്നെ നുഅദ്ദിബു ത്വായിഫത്തൻ, ഒരു വിഭാഗത്തെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ബിഅന്നഹും കാനൂ മുജ്രിമീൻ, അവർ മുജ്രിമീങ്ങളാണ്, അവർ അപരാധികളാണ്, അതിന് അവരെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതിന്റെ സന്ദർഭമൊക്കെ താഴെ വിശദീകരിക്കുന്നുണ്ട്. സന്ദർഭം വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ മന്തൂക്ക് തന്നെ,
ഈ വചനത്തിന്റെ മന്തൂഖ്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് മന്തൂഖുണ്ട്, മഫ്ഹൂമുണ്ട്. മന്തൂഖ് എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി അത് അർത്ഥമാക്കുന്ന ആശയം, അതിന്റെ വാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അർത്ഥമാണ് മന്തൂഖ്. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ വാക്കിൽ നിന്ന് അത് കിട്ടുന്നില്ല, അതിന്റെ വാക്കർത്ഥമല്ല, പക്ഷെ ഉദ്ദേശാർത്ഥമാണ്, അതാണ് മഫ്ഹൂം. ഇവിടെ ഉദ്ദേശാർത്ഥം വിട്ടേക്കും. ഇവിടെ അത് ലിറ്ററലി ഈ ആയത്ത് അർത്ഥമാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമേത്? ഇവിടെ നിങ്ങൾക്ക് അടിവരടാൻ പറ്റും. എന്ത്? അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അള്ളാഹുവിനെ കൊണ്ട്, അവന്റെ വചനങ്ങൾ കൊണ്ട്, അവന്റെ ദൂതനെ കൊണ്ടാണോ നിങ്ങളുടെ പരിഹാസം? ലാ തഅ്തദിറൂ, നിങ്ങൾ ചെയ്തു പോയ ആ കാര്യത്തിന് നിങ്ങൾ ഒഴിവുകഴിവുകൾ ബോധിപ്പിക്കേണ്ടതില്ല. ഫസ്കഫർതും, നിങ്ങൾ കുഫ്റിൽ അകപ്പെട്ടിരിക്കുന്നു. ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതിനു ശേഷം. അത് ഇതിന്റെ അക്ഷരാർത്ഥം, ഇതിന്റെ മന്തൂഖാണ്. അപ്പൊ മന്തൂഖിൽ നിന്ന് തന്നെ അള്ളാഹുവിനെയോ അവന്റെ ആയാത്തുകൾ വചനങ്ങളെയോ അവന്റെ ദൂതനെയോ ഒരാൾ പരിഹസിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ ഇങ്ങനത്തെ ആളല്ല, ഞാൻ അത്ര ചെയ്തവനാണ്, ഇത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനാണ്, ഈ എക്സ്ക്യൂസ് ഒന്നും വേണ്ട, അതൊന്നും വില പോകില്ല. കഫർതും ബഅദ ഈമാൻ, ഈമാനിന് ശേഷം നിങ്ങൾ കുഫ്റിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഈ ആയത്തിന്റെ മംതൂഖ് അത് വെച്ചുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് തർജുമത്തുൽ ബാബ് ഈ അധ്യായത്തിന്റെ തലവാചകം രൂപീകരിച്ചിട്ടുള്ളത്. തലവാചകത്തിൽ പറഞ്ഞിട്ടുള്ളത് മൻ ഹസല ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ് അവിൽ ഖുർആൻ അവിൽ റസൂൽ, അള്ളാഹുവിന്റെ ദിക്ർ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ റസൂൽ, ഈ കാര്യങ്ങളെ കൊണ്ട് ഒരാൾ പരിഹാസപൂർവ്വം തമാശയടിച്ചാൽ അവന്റെ കാര്യം എന്ത്? അവന്റെ കാര്യം മുസല്ലമാത്തിൽപ്പെട്ടതാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ്, ഖുർആനിന്റെ നസ്സിൽപ്പെട്ടതാണ്, ആയത്തിന്റെ മന്തൂഖിൽപ്പെട്ടതാണ്. ഫഖദ് കഫർ, അവൻ കാഫിറായിട്ടുണ്ട്. സൂറത്ത് തൗബയിലുള്ള 65-ാമത്തെ ആയത്ത്. ഇനി ഈ ആയത്ത് നമ്മൾ പറയുമ്പോ ആയത്തിന്റെ പൂർവാപര ബന്ധങ്ങൾ പരിശോധിക്കണം, അത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം പറയണം, അതെല്ലാം ഒന്ന് നമുക്ക് പരിശോധിക്കാം. അൻ ഇബ്നു ഉമർ വമുഹമ്മദ് ഇബ്നു കഅബ് വഹുവൽ ഖറളി വസയ്ദ് ഇബ്നു അസ്ലം വഖതാദ ഇബ്നു ദിആമ അസ്സദൂസി. ഇതില് ഇബ്നു ഉമർ സഹാബി വര്യനാണ്, മുഹമ്മദ് ഇബ്നു കഅബ്, സയ്ദ് ഇബ്നു അസ്ലം താബിഈ വര്യന്മാരാണ്, ഖതാദയും താബിഈ വര്യനാണ്. നമ്മൾ താബിഈ എന്ന് പറയുമ്പോ താബിഈങ്ങളും താബിഈങ്ങളെയും ഒരുപോലെ ഉൾപ്പെടുത്തും. അത് താബിഈങ്ങളെന്ന് വേർതിരിച്ച് പറയണമെങ്കിൽ അങ്ങനെ നമ്മൾ തബഖ തിരിച്ച് പറയുന്ന പ്രത്യേകമായ സാഹചര്യത്തിലേ പറയുള്ളൂ, ഇല്ലെങ്കിൽ സഹാബി താബിഈ അങ്ങനെ പറയുള്ളൂ. ഇബ്നു ഉമറിൽ നിന്നും അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖറളി അൽ മദനി നസീലുൽ കൂഫ, അദ്ദേഹം മദനിയാണ്, അദ്ദേഹം മൂന്നാം തബഖക്കാരനാണ്, അദ്ദേഹം കൂഫയിൽ പിന്നീട് പോയി താമസിച്ചിട്ടുള്ള ആളാണ്. സയ്ദ് ഇബ്നു അസ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താബിഈ വര്യന്മാരിൽ പ്രമുഖനാണ്, വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ള വ്യാഖ്യാതാക്കളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഇമാം മാലിക് ഏതാണ്ട് എല്ലാ തഫ്സീറും സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഖതാദ വഹു ഇബ്നു ദിആമ അസ്സദൂസി, ഇവരിൽ നിന്നൊക്കെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട, ഇതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സംഭവം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇബ്നു ഉമറിൽ നിന്ന്, അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖറളി അൽ മദനി നസീലു അൽ കൂഫ, അദ്ദേഹത്തിൽ നിന്ന് സയ്ദ് ഇബ്നു അസ്ലം, മദീനയിലുണ്ടായിരുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായിട്ടുള്ള സയ്ദ് ഇബ്നു അസ്ലം, അതുപോലെ തന്നെ ഖതാദത്ത് ഇബ്നു ദിആമ അസ്സദൂസി, അവരിൽ നിന്നുള്ള റിവായത്ത് പ്രകാരം ദഖല ഹദീസു ബഅദിഹിം ഫീ ബഅദ്, ദഖല ഹദീസു ബഅദിഹിം ഫീ ബഅദ്, ചിലരുടെ സംസാരം മറ്റു ചിലരുടെ സംസാരത്തിൽ പ്രവേശിച്ചു എന്നാണ്.
അതിനാണ് ഹാവ യഹൂദു എന്ന് പറയാം. അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് പറയാം. വെറുതെ യതജാറബൂന ബിൽ അഖ്വാൽ യതജാറബൂന ബി അത്റാഫിൽ ഹദീസ്. അറബിയിൽ അങ്ങനെ പ്രയോഗമുണ്ട്. വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുക. ഇന്ന് ചിലപ്പോ നമ്മൾ ഗോസിപ്പ് എന്നൊക്കെ പറയുന്ന ആ രൂപത്തിൽ അങ്ങനെ അവരെന്ത് ചെയ്തു? ഇരുന്ന് സംസാരിച്ചു. ഒരു കൂട്ടർ ഒന്ന് പറയുന്നു, അവരതിന് എതിരിൽ വേറൊരു കൂട്ടർ പറയുന്നു, അതിനനുസരിച്ച് വേറൊരാൾ പറയുന്നു. ഇങ്ങനെ കുറെ അനാവശ്യമായ വർത്തമാനം. വെറുതെ ഇരിക്കുക എന്നിട്ട് അനാവശ്യമായ വർത്തമാനം പറയാ എന്നുള്ളത് ഫുളൂലിയാത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫളലുള്ള, എന്തെങ്കിലും ഹൈറുള്ള നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഓക്കെ. ആ സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു തമാശ വന്നു പോയി, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിന്റെ മറ്റൊരു കാര്യം ചർച്ച ചെയ്തു പോയി, അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ വെറും ദുനിയാവിന്റെ കാര്യത്തിന് മാത്രമായിട്ടൊരു കൂട്ടർ ഇരുന്ന് നീച്ചു പോയാൽ ആ സദസ്, ആ മജ്‌ലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ബറക്കത്തില്ലാത്തൊരു മജ്‌ലിസാണ്. ആ മജ്‌ലിസിൽ അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ അത് പൊറുക്കാൻ വേണ്ടിയിട്ട് കഫാറത്തുൽ മജ്‌ലിസ് നിർബന്ധമായിട്ട് അവര് ദുആ ചെയ്യുക തന്നെ വേണ്ടതുമാണ്. പിന്നെയോ ശരിക്കും അതിന്റെ മര്യാദ എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു മജ്‌ലിസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ മജ്‌ലിസിൽ കഫാറത്തുൽ മജ്‌ലിസിന്റെ മുമ്പ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ദിക്ർ വേണം, റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള സ്വലാത്ത് വേണം, മജ്‌ലിസ് പിരിയുന്നതോടുകൂടി കഫാറത്തുൽ മജ്‌ലിസിന്റെ ദുആ വേണം, അതിൽ കുറെ അംറു ബിൽ മഅറൂഫ് വേണം, അതിൽ കുറെ നഹ്യു അനിൽ മുൻകർ വേണം. അങ്ങനെയുള്ള മജ്‌ലിസുകൾ മാത്രമാണ് ബറക്കത്തുള്ള ഹൈറായ മജ്‌ലിസുകൾ. ഇത് ഇവര് അങ്ങനെ സംസാരിച്ചു വന്നപ്പോ വെറുതെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദഖല ഹദീസു ബഅദിഹിം ഫീ ബഅദ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നു. അവർ ഇന്ററാക്ട് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള സംസാര മധ്യേ അന്നഹു ഖാല റജുലുൻ, അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇത്രത്തോളം പറയുന്നതിലേക്ക് എത്തി. അത് എപ്പോഴാണ്? തബൂക്ക് യുദ്ധത്തിൽ വെച്ചാണ്. തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിലാണ്. തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ബനുൽ അസ്ഫറുമായിട്ടുള്ള യുദ്ധമാണ്. അറബികൾക്ക് അപ്പുറമുള്ള ആളുകളാണ് അവിടെ യുദ്ധത്തിന് നിൽക്കുന്നത്. മാത്രമല്ല മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് ബഹുദൂരം സഞ്ചരിക്കാറുണ്ട്. എന്ന് മാത്രമല്ല യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ ഒരുക്കുന്നത് ഏറ്റവും അനുചിതമായ, ഏറ്റവും ഉചിതമല്ലാത്ത, അനുചിതമല്ല തീരെ ഉചിതമല്ലാത്തൊരു സാഹചര്യത്തിലാണ്. നല്ല സമ്മറിന്റെ പീക്ക് ടൈമിലാണ്. അതിനവർക്ക് രണ്ട് പ്രയാസമുണ്ട്. ഒന്ന് വേനലിൽ ഈ മരുഭൂമി താണ്ടിയുള്ള യാത്ര, രണ്ടാമത്തേത് മദീനയില് ഈത്തപ്പഴം, അതിങ്ങനെ ഈത്തപ്പഴയൊക്കെ എങ്ങനെ അത് കായ്ച്ചു നിൽക്കുകയാണ്. ഈ ചൂടോട് കൂടി അത് പഴുക്കും. അത് പഴുത്ത് ആ വിളവെടുക്കേണ്ട സമയത്ത് ഇവരൊക്കെ യുദ്ധത്തിന് പോകുക. അങ്ങനെ മദീനയിൽ നിന്ന് പോയാൽ മദീനയിൽ ആരുമില്ല, അവരുടെ വിളവുകളെല്ലാം തന്നെ സമയത്ത് പറിക്കാൻ കഴിയില്ല. അവരിപ്പോഴുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിട്ടേച്ച് കുടുംബത്തെയും ഈ കൃഷിയെയും ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. പോകുന്നത് ചുട്ടുകൊള്ളുന്ന ഈ വേനലിന്റെ ആ തീച്ചുളയിലുമാണ് അവർക്ക് പോകാൻ. അതുകൊണ്ട് പലർക്കും പോകാനും ഒക്കെ മടിയുള്ള സമയമാണ്. ആ പോക്കിന്റെ മധ്യത്തിലാണ് ഇവരുടെ സംസാരം. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്രയുടെ മുഷിപ്പ് തീർക്കാൻ വേണ്ടി സംസാരം തുടങ്ങി. ആ സംസാരം അതിന്റെ അതിര് വിട്ടിട്ട് അപ്പുറത്ത് അതിരിന്റെ പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. ഒരു മുബാഹായ തമാശയാകാം, അത് ഫുദൂലിയാത്തിലേക്ക് പോകാൻ പാടില്ല. ഇത് ഫുദൂലിയാത്തും വിട്ടിട്ട് വിഷയം ഏതിലേക്ക് പോയി? ഇത്രത്തോളം പറയുന്നിടത്തേക്ക് വന്നു. മാ റഅയ്നാ മിസ്ല ഖുർറാഇനാ ഹൗലാ അർഗബ ബുതൂനൻ വലാ അക്ദബ അൽസുനൻ ولا أجبن عند اللقاء يعني رسول الله صلى الله عليه وسلم وصحابه القراء. പറഞ്ഞു നമ്മൾ പറയാറുണ്ടല്ലോ, കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തി. അതേമാതിരിയായി സംസാരം. മാ റഅയ്ന, നാം കണ്ടിട്ടില്ല. മിസ്ല ഖുർറാഇനാ ഹൗലാ, നമ്മുടെ ഈ ഖുർറാഉകളെ പോലെ. ഖാരിഉൻ എന്നതിന്റെ ബഹുവചനമാണ് ഖുർറാ. നമ്മുടെ ഈ ഖുർആനുകളെ പോലെ ആരെയും നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഖാരി എന്ന് പറഞ്ഞാൽ അല്ലദീ യഖ്റഉ കിതാബ് അല്ലാഹ്, അള്ളാന്റെ കിതാബ് ശരിക്ക് പഠിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് ഖുർആക്കൾ. ഖുർആനിന്റെ ലഫ്ള് തെറ്റാതെ അത് മനഃപ്പാഠമാക്കുകയും അതിന്റെ തജ്വീദിന്റെയും തർത്തീലിന്റെയും നിയമമനുസരിച്ച് പാരായണം നടത്തുകയും
അതിൽ ഉൾക്കൊള്ളുന്നതായ ഫിഖ്ഹുകളും അതിലുൾക്കൊള്ളുന്നതായ ഇൽമുകളും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരാണ് ഖുർആഉകൾ. ആ കാലത്ത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതാണ്. പിൽക്കാലത്ത് വന്നപ്പോ ഖുർആനിലുള്ള വിജ്ഞാനവും അതിലുള്ള ഫിഖ്ഹും ഒക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് ഖുർആൻ ഇങ്ങനെ ഭംഗിയായി ഈണത്തിൽ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകൾ അവർക്കൊക്കെ ഖുർആൻ എന്ന് പിന്നീട് പറയാൻ തുടങ്ങിയതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരാണ് ഖുർആക്കളായിട്ടുള്ളത്. നമുക്കറിയാം ഒരു പറ്റം ആളുകൾ റസൂലുള്ളാഹിന്റെ അരികിൽ മദീനയിൽ വന്നു. അങ്ങനെ അവർക്ക് മഞ്ഞപ്പിത്തം പോലുള്ള രോഗം ഉണ്ടായിരുന്നു. റിയാദിൽ വെക്കുവാൻ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവർ മദീനയിൽ കുറച്ചു കാലം നിന്നു. നബി അവർക്ക് ചില ചികിത്സകളൊക്കെ കൊടുത്തു. അവരുടെ രോഗങ്ങളൊക്കെ സുഖമായി. അവർ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖൗമിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ചാളെ പറഞ്ഞു തരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10-70ഓളം ഖുർആകളെ അവർക്ക് അയച്ചു കൊടുത്തു. ബുഖാരിന്റെ ലഫ്ദ് ഖുർആകൾ. ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആനിലുള്ള ഹലാൽ ഹറാമുകളും അതുപോലെ അഖീദയും മനഹജും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ഖുർആൻ മനപ്പാടമുള്ള പണ്ഡിതന്മാരായ ആളുകളെ അയച്ചു കൊടുത്തു. ഇവര് അവരുടെ നാട്ടിലെത്തിയപ്പോ അവരുടെ സ്വഭാവം അങ്ങ് മാറി. അൽ-അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖ. ഈ അറാബികൾ പലപ്പോഴും അങ്ങനെയാണ്. കുഫ്റും നിഫാഖും ഏറ്റവും രൂക്ഷമായ രൂപത്തിൽ അവരിൽ കണ്ടുവരും. കാരണം അവർ ഇൽമിൽ നിന്നും ഇൽമിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും ഇൽമിന്റെ ആളുകളിൽ നിന്നും വളരെ വിദൂരത്താണ്. അവരുടെ നാട്ടിലെത്തിയപ്പോ സ്വഭാവം മാറി. അവര് ഈ ഖുർആകളെ കൊലപ്പെടുത്തി. എന്നിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടകങ്ങളെയും മറ്റു വസ്തുവകകളും ഒക്കെ അവർ സ്വന്തമാക്കിയെടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ നാസിലത്തിന്റെ ഖുനൂത്ത് നടത്തി. എന്ന് മാത്രമല്ല സൈന്യത്തെ വിട്ടുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ടുവന്നു. അവർക്കെതിരിൽ ശിക്ഷാ നടപടി, റസൂലുള്ള കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും കടുത്ത ശിക്ഷാ നടപടി അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൊള്ളുകയും ചെയ്തു. ആ സംഭവം പറയാനല്ല ഞാൻ ഈ പറഞ്ഞത്. ഖുർആ എന്നുള്ള പദം അതിന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. ഇന്ന് ഖുർആക്കൾ കാരിയാണ് എന്ന് പറയാൻ എന്തേ വേണ്ടു? മനോഹരമായൊരു ശബ്ദവും എന്നിട്ട് ഖുർആൻ എന്ന് വായിക്കാൻ പാരായണം ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രം ഉണ്ടായാൽ മതി. അതുകൊണ്ട് പണ്ട് ഖുർആക്കളാകില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അറിയുന്ന ആലിമുൻ ബികിതാബില്ലാഹ് അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് നന്നായിട്ട് അറിയുന്ന ഒരു പണ്ഡിതൻ. അത് ഏതെല്ലാം തരങ്ങളിൽ അറിയണം? അത് ഹിഫ്ളുമാണ്, അതിന്റെ തജ്വീദുമാണ്, അതിലുള്ള ഫിഖ്ഹും ഇൽമും അത് വേണം. അങ്ങനെയുള്ള ആലിമീങ്ങളായ ഖുർആൻ അറിയുന്ന അല്ലാഹുവിന്റെ കിതാബ് അറിയുന്ന ഖുർആകൾ, ആ ഖുർആകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ ഖുർആകളെ ഞാൻ കണ്ടിട്ടില്ല ഇവരെ പോലെ. എന്തൊരു ചാപ്പാട്ട് തീറ്റക്കൊതിയന്മാരാണ് അവര്. അർഹബുത്തൂനൻ, തിന്നാലും അവർക്ക് മതി വരൂല. റഹബത്ത് ഭയങ്കര അപ്പറ്റൈറ്റാണ്. ബുത്തൂനൻ അവരെ വയറിന് എത്ര കിട്ടിയാലും തീരൂല. പെരും തീറ്റക്കൊതിയന്മാർ. വലാക്കുന്ന ബാൽസുനൻ, പിന്നെ പറയുമ്പോ അങ്ങനെയാണല്ലോ, നമുക്കറിയാലോ, സംസാരിക്കാതിരുന്നാല് പിന്നെ അങ്ങോട്ട് വെച്ച് കാറ്റാണ്. പിന്നെ അത് എക്സ്ട്രീമായിട്ട് പറയണം, അതിന്റെ അപ്പുറം പറയണം. ഒരാൾ പറഞ്ഞതിനും അപ്പുറം മറ്റൊരാൾക്ക് പറയണം. ഇവരാണെങ്കിൽ എത്ര തിന്നാലും അവർക്ക് മതി വരാത്ത തീറ്റക്കൊതിയന്മാർ. ഇവരെക്കാളും വലിയ തീറ്റക്കൊതിയന്മാരെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. വലാക്കുന്ന ബാൽസുനൻ, അവരെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പച്ചക്കള്ളന്മാരുമാണ്. അക്ദബ്, ഏറ്റവും അധികം കളവ് പറയുന്നു. അൽസുനൻ, നാമോണ്ട് പറയുന്നതിൽ ഏറ്റവും വലിയ കളവ് പറയുന്നവരാണ് ഇവർ. വലാജുബന അൻദൽ ലിഖാ, അവരെയും കൂട്ടിയിട്ടപ്പോ യുദ്ധത്തിന് പോണത് വനുലസ്ഫറിനോട്. വലാജുബന അൻദൽ ലിഖാ, പരസ്പരം മുഖാമുഖം യുദ്ധക്കളത്തിൽ വെച്ച് പരസ്പരം മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ ലിഖാ, പരസ്പരം മുഖാമുഖം കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഇവരെക്കാളും ഭീരുക്കളായ ഒരു ഖൗമിനെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഇങ്ങനെ 3 കമന്റ് പറഞ്ഞു. ഒന്ന് അർഗബ ബുതൂനൻ, അക്ദബ അൽസുനൻ, വഅജ്ബന ഇൻദൽ ലിഖാ. വലിയ തീറ്റക്കൊതിയന്മാരാ, പെരും നുണയന്മാരാ. എന്നാൽ ശത്രുക്കളുമായിട്ട് മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ വലിയ പേടിത്തൊണ്ടന്മാരാണ്. ഇതിലും വലിയൊരു ഖൗമിനെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബഹുൽ ഖുർവാ. ആരെയാണ് ഖുർആക്കൾ എന്നോട് ഉദ്ദേശിക്കുന്നത്? ആ ഖുർആക്കന്മാരുടെ റൈസ് തലപ്പത്തിരിക്കുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആ സഹാബത്തും അവരെ കുറിച്ചാണ് ഇവരുടെ ഈ കമന്റ്. ഫഖാല ലഹു ഔഫ് ബിൻ മാലിക്. ഇത് കേട്ടപ്പോ ഈമാനുള്ള ഒരാൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ, എന്ത് തമാശയാണെങ്കിലും. ഔഫ് ബിൻ മാലിക് അവർ ഈ കാര്യം പറയുന്നിടത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, എടോ നീ പറഞ്ഞത് കള്ളമാണ്, നീയാണ് കളവ് പറഞ്ഞത്. വലാകിന്നക മുനാഫിഖ്, നീ ഒരു മുനാഫിഖാണോ, അതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്. വലാകിന്നക മുനാഫിഖ്, മറിച്ച് നീയാണ് മുനാഫിഖ്. ലഉഖ്ബിറന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറഞ്ഞിട്ടുള്ള നിന്റെ ഈ വൃത്തികെട്ട സംസാരം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറയുക തന്നെ ചെയ്യും. ഒരു മുഅ്മിനിന് അത് സഹിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഏതാണ്ട് മനസ്സിന് രോഗമുള്ള ആളുകൾ അവര് അതിനോട് രാജിയാകും, അവരത് കേട്ടുകൊടുക്കും. എന്നാൽ ഈമാനുള്ള ഒരാൾക്ക്, ഈമാൻ തുടിക്കുന്ന ഒരു ഹൃദയത്തിന് അതിനോട് രാജിയാകാൻ കഴിയില്ല. അയാൾക്ക് ഉടനെ പ്രതികരിക്കേണ്ടി വരും. അയാൾ ശരിക്ക് പ്രതികരിച്ചു. വലാകിന്നക മുനാഫിഖ് ലഉഖ്ബിറന്ന റസൂലല്ലാഹ്, നീ കളവാണോ പറഞ്ഞത്, പക്ഷെ നീയാണ്, മറിച്ച് നീയാണ് മുനാഫിഖ്. നിന്റെ ഈ സംസാരത്തെക്കുറിച്ച് ഞാൻ റസൂലുള്ളാഹിനെ തെര്യപ്പെടുത്താതിരിക്കില്ല. ഇതും പറഞ്ഞു. فذهب عوف إلى رسول الله صلى الله عليه وسلم ليخبر. നേരെ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഅർളാഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി ഈ കാര്യം പറയാൻ വേണ്ടി. യുദ്ധത്തിന് പോകുമ്പോ ഇത്തരക്കാര് 4 ഉണ്ടായാൽ മതിയല്ലോ, വേറൊന്നും വേണ്ടി വരില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തിയപ്പോ നബിയുടെ അടുക്കൽ എത്തുമ്പോ പിന്നെ ഔഫ് ബിൻ മാലിക് നബിയുടെ അടുക്കൽ എത്തുമ്പോഴത്തെ സ്ഥിതി എന്താണ്? ഔഫ് ബിൻ മാലിക് റസൂലുള്ളാഹിനോട് അത് പറയുന്നതിന്റെ മുമ്പ് ഔഫ് ബിൻ മാലിക്കിനെ മറികടന്നുകൊണ്ട് മുന്നിൽ ഖുർആൻ തന്നെ റസൂലുള്ളാഹിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഖുർആനിൽ അല്ലാഹു വഹിയായിട്ട് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തൽസമയം റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങി. റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഈ രോഗമുള്ള ആളുകളുണ്ട്, അത് ഇപ്രകാരം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവരം റസൂലുള്ളാഹിക്ക് വഹി കിട്ടി, ഖുർആനിലൂടെ കിട്ടി. അല്ലെങ്കിൽ ഔഫ് ബിൻ മാലിക് എന്ന് പറയുമ്പോ അദ്ദേഹം ആ കാര്യത്തിന് സാക്ഷികളെ ഹാജരാക്കേണ്ടി വരും, അത് തെളിയിക്കേണ്ടി വരും. അവർക്ക് വേണമെങ്കിൽ നിഷേധിക്കാം, ഒഴിഞ്ഞു മാറാൻ പറ്റും, ഒക്കെ ഉണ്ട്, പല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ശരി, അയാൾക്ക് ഈ നിഫാഖ്, ഈ കുഫർ അത് വെച്ചു പൊറുപ്പിക്കാൻ ഔഫ് ബിൻ മാലിക്കിന്റെ മനസ്സാക്ഷി, അദ്ദേഹത്തിന്റെ ഈമാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല. അദ്ദേഹം പറയാൻ ചെന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഹിമ്മത്ത്, അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹു വളരെ എളുപ്പാക്കി കൊടുത്തു. അയാളെത്തും മുമ്പ് ഖുർആൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഈ കാര്യവുമായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, വഹി റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഫജാഅ ദാലിക റജുൽ, ഇതോടുകൂടിയിട്ട് ഇത് പറഞ്ഞ ആൾക്കാർ അവര് അങ്കലാപ്പിലായി. അങ്ങനെ ആ പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം വന്നു. ഫജാഅ ദാലിക റജുൽ, അയാൾ ഉടനെ തന്നെ വന്നു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അങ്ങനെയല്ല, അത് ഞാൻ ഇങ്ങനെയല്ല, ഞാനൊരു ഇസ്ലാഹ് ഉണ്ടാക്കാം, ഞാനൊരു നന്മ ഉണ്ടാക്കാം, ഞാനൊരു തമാശ പറഞ്ഞത് പല കോലമുണ്ട്. ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോ ഈ പറഞ്ഞ ആൾക്കാരുടെ സംസാരങ്ങളെ നേരെ ഓർമ്മ വരും. ഇവരെയായിട്ടാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. ഈ സംസാരത്തിന് വേണ്ടി തോപ്പടിക്കാൻ വേണ്ടി വന്നിട്ട് ഇർത്തഹല. അപ്പൊ അവര് വരുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനപ്പുറത്ത് കയറിക്കഴിഞ്ഞിട്ടുണ്ട്, നബി യാത്രയായിട്ടുണ്ട്. ഇർത്തഹല പറഞ്ഞാൽ നബി എന്താണ് ശരിക്കും സെറ്റോപ്പ്, നബി അവിടുന്ന് വാഹനത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇർത്തഹല, നബി പുറപ്പെട്ടിട്ടുണ്ട്. വറകിബനാഖതഹു, തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അയാൾ എത്തിയപ്പോഴേക്ക്. അങ്ങനെ ഫഖാല യാ റസൂലല്ലാഹ്, അയാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങളുണ്ടല്ലോ നഖൂദ്, അന്ന് അങ്ങോട്ട് പറയും, ഒന്ന് ഇങ്ങോട്ട് പറയും, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു കാര്യത്തിൽ ഒരു വർത്താനവും പറഞ്ഞതല്ല, ഞങ്ങളൊരു തമാശയ്ക്ക് വേണ്ടി, ഒരു വിനോദത്തിന് വേണ്ടി പറയായിരുന്നു. ഞങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഹദീസുറക്കും, ഒരു യാത്ര പോണ സംഘം എന്തൊക്കെ തമാശ പറയും, എന്തൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചതിലൊക്കെ ചാടിക്കളയല്ലോ. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്.
യാത്രയിലൊരു മനുഷ്യൻ വളരെ കാഷ്വൽ ആകുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മുഅ്തമരീങ്ങളെ അല്ലാതെ, തീർത്തും വിശ്വസിക്കാവുന്ന ഒരാളെ അല്ലാതെ യാത്രക്ക് കൂട്ടരുത് എന്നാണ്. അത് ദീനിന്റെ മസാലിൽപ്പെട്ടതാണ്. ഒരാളെ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് യാത്ര. ഒരാള് ഉമർ ഖത്താബിന്റെ അടുക്കൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അയാളുടെ അദാലത്തിനെ സംബന്ധിച്ച് സാക്ഷി പറയാൻ വേണ്ടി വന്നു. അയാൾ കൊള്ളാവുന്നവനാണോ കൊള്ളരുതാത്തവനാണോ എന്ന് പറയാൻ വേണ്ടി വന്നു. അപ്പൊ സാക്ഷി പറയാമെന്ന ആളോട് ഉമർ ഖത്താബ് അദ്ദേഹത്തോട് ചോദിച്ചു, അയാളെ കുറിച്ച് സാക്ഷി പറയാൻ, അയാളുടെ കൊള്ളരുതായ്മ അല്ലെങ്കിൽ അയാൾ കൊള്ളാവുന്നവനാണ് തജ്രീഹ് നടത്താൻ അല്ലെങ്കിൽ തഅദീൽ നടത്താൻ താങ്കൾക്ക് അയാളുമായുള്ള ബന്ധം എന്താണ്? താങ്കൾ അയാളുടെ അയൽപ്പക്കത്ത് താമസിച്ചിട്ടുണ്ടോ? ജാറാവുക എന്നുള്ളത്, അയൽവാസിയായി താമസിക്കുക എന്നുള്ളത് അയാളുടെ എല്ലാ കാര്യങ്ങളും ശരിക്കും ഉള്ളറിയാൻ കിട്ടുന്ന ഒരവസരമാണ്. കാരണം വേറെ പകൽ വെളിച്ചത്തിൽ പൊതുസമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന ആളുകൾ അവര് ഖിയാമത്ത് നാളിൽ തിഹാമ പർവ്വതം പോലുള്ള പാപത്തിന്റെ കെട്ടുകളുമായിട്ട് തിരിച്ചു വരും. അവരൊറ്റക്കാരുകയാണെങ്കിൽ അവരുടെ സ്വഭാവം മാറും. അയൽവാസികളോട് ചോദിച്ചു നോക്കണം, ഇത് വേറെ കഥയിക്കാരൻ. അതുകൊണ്ട് ഉമർ ഖത്താബ് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്ത് താങ്കൾ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം, അയാളുമായി താങ്കൾ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അതില് മനസ്സിലാകും. ഇനി അഥവാ തമ്മിലൊരു പരിഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും, പുറമെ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അവന്റെ ഇവന്റെയും മനോഭാവം ശരിക്കും രണ്ടാക്കും ശരിക്കും തിരി. കുറച്ച് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അത്തരക്കാരനാണ്, ഒരു 5 പൈസ കടുംപിടുത്തുള്ള ആളാണ്. അയാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴക്കല്ലാത്ത ആളാണ്. അയാൾക്ക് അയാളുടെ കാര്യം വലിയതും വേറുള്ളവർക്ക് ഒന്നുമല്ല. വേറെ എങ്ങനെയെങ്കിലും മക്കളുടെ പോക്കറ്റിലുള്ള എന്തിയിലാക്കണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഹലാലും ഹറാമും ഒക്കെ നാവിന്റെ തുമ്പത്തേ ഉള്ളൂ, അല്ലാണ്ട് ഇടപാട് നടത്തുമ്പോ കാണില്ല. അങ്ങനെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നോന്ന് വെച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ അയാളുടെ കൂടെ യാത്ര പോയിട്ടുണ്ടോ? യാത്ര പോകുമ്പോ ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ അദ്ദേഹം പാലിച്ചു പോരുന്ന, അദ്ദേഹം നിലനിർത്തി പോരുന്ന അതിർവരമ്പുകളൊക്കെ കുറച്ചൊന്ന് എന്ത് ചെയ്യും, ലൂസാകും. അപ്പൊ കുറച്ചൊന്ന് വിട്ടു തുറന്ന് പറയും. അതുകൊണ്ട് തന്നെ യാത്രയിൽ ഒരാളെ കൂട്ടുമ്പോ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ കൂട്ടാവുള്ളൂ. മുത്തമനീങ്ങളെ കൂടെ യാത്ര നടത്താവുള്ളൂ. അതെല്ലാ കാര്യത്തിലും, നമ്മുടെ ഡ്രസ്സിങ്ങില്, അതുപോലെ നമ്മുടെ സംസാരത്തില്, നമ്മുടെ രീതിയിൽ എല്ലാം നമ്മൾ ഏറ്റവും ലൂസാകുന്ന പറയാ യാത്ര നടത്തിയിട്ടുള്ള ആളെ കൂടെ. എന്നാ ശരി, നീ അയാളെ കുറിച്ചിട്ട് അയാളുടെ യോഗ്യത പറയാൻ നീ ആരുമല്ല, പോയിക്കോന്ന്. ഇതിവിടെ യാത്രയില് ഹദീസുർ റക്ബ്, യാത്രയില് ഒരു പിടുത്തം വിട്ട വർത്താനം വന്നു പോയതാണ് നബിയെ, ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്ക്യൂസ്. അതാണ് ഹദീസുർ റക്ബ്. എന്തിനു വേണ്ടിയാണ് യാത്രയിൽ ഇങ്ങനത്തെ സംസാരങ്ങൾ വന്നു പോകാറുള്ളത്? വഴിദൂരം മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് ദീർഘമായി യാത്ര ചെയ്യേണ്ട ഒരു ട്രിപ്പിലാണ് അവരുള്ളത്. തബൂക്കിലെത്തണമെങ്കിൽ ബഹുദൂരം മാസങ്ങൾ യാത്ര പോകണം. അതുകൊണ്ട് തന്നെ വഴി മുറിച്ചു കടക്കാൻ വഴി ദൂരം കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞു പോയപ്പോ അതിൽ ആ ഹദീസുർ റക്ബിന്റെ ഭാഗമായി ഒരു യാത്രയിൽ പറയുന്ന തമാശയുടെ ഭാഗമായി സംഭവിച്ചു പോയതാണ് നബിയെ. ഇബ്നു ഉമർ പറയാണ്, അങ്ങനെ ഇദ്ദേഹം വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഉസ്ർ ബോധിപ്പിക്കുകയാണ്. ഉസ്ർ പറഞ്ഞല്ലോ, 1 നഖൂദു, 2 നൽഅബു, 3 ഹദീസുർ റക്ബ്, ലാഖതാഉ അൻ-തരീഖ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഖൂദ്, അങ്ങനെ ഒരു പിടുത്തല്ലാതെ സംസാരിച്ചതാണ്. അത് ഹദീസുർ റക്ബാണ്. ഞങ്ങൾ ലാഖതാഉ അൻ-തരീഖ്, വഴിദൂരം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, വഴിയുടെ യാത്രയുടെ മുഷിപ്പ് തീരാൻ വേണ്ടി പറഞ്ഞതാണ്. അത് നൽഅബ്, വെറും തമാശയാണ്. അയാൾ പറഞ്ഞു നോക്കി. കന്നി അൻദുറു ഇലൈഹി, അയാൾ ഇത് റസൂലുള്ളാഹിനോട് പറയുമ്പോൾ കഅന്നി അൻദുറു ഇലൈഹി, ഞാൻ അയാളെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ മുതഅല്ലിഖൻ, അയാൾ പിടിച്ചു നിൽക്കുകയാണ്. അയാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ബിനിസ്അത്തി നാഖത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ
കടിഞ്ഞാണിന്റെ സ്ഥാനത്തുണ്ടാകുന്ന ഒരു കയറാണ്. ആ കയറിനാണ് നിസ്ആത്ത് എന്ന് പറയാം. ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണുണ്ടല്ലോ, ആ കടിഞ്ഞാണ് അതിങ്ങനെ പിടിച്ചിട്ട് നബി അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞങ്ങളെ ഹദീസുർ റക്ബിൽപ്പെട്ട ഒരു വർത്താനാണ്. നഹൂദു വലൽ അബദ്, തമാശയാണ്. അത് പറഞ്ഞപ്പോൾ പിടുത്തം വിട്ട് പോയതാണ്. അത് റക്കത്തവെന്നൊരു അത് ഹദീസുർ റക്ബ് ഉണ്ടല്ലോ, യാത്രന്റെ മുഷിപ്പ് തീരാൻ വേണ്ടി പറഞ്ഞ ഒരു വർത്താനാണ്. പാർമേത്തും പറഞ്ഞു നോക്കി. വൈന്നൽ ഹിജാറത്ത, ആ സമയത്ത് കല്ലുകൾ ലതൻകുബുരിജിലെ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളിലും വന്നടിച്ചുകൊണ്ടിരുന്നു. കാരണം ഒട്ടകം ഇങ്ങനെ നടക്കുമ്പോ ഒട്ടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് അതിന്റെ ഒപ്പം ഇയാൾ ഓടി റസൂലുള്ളാഹിനോട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഒട്ടകം ഓടുമ്പോ അതിന്റെ ഒപ്പം ഇങ്ങനെ പോകുമ്പോ കല്ലിങ്ങനെ തെറിച്ചിട്ട് അയാളുടെ രണ്ട് കാലിലും കൊള്ളുന്നു. നഖബ യൻകുബു എന്ന് പറഞ്ഞാൽ ഐ തനാലു അൽ ഹിജാറത്തു, കല്ല് വന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെ? റിജ്ലൈഹി, അയാളുടെ രണ്ട് കാലിലും. അപ്പൊ ഒട്ടകത്തെ പിടിച്ച് നിർത്തിയിട്ടല്ല, ഒട്ടകം സഞ്ചരിച്ചേ കൊണ്ടുവരികയാണ്. അദ്ദേഹം അതിന്റെ കൂടെ അങ്ങനെ ഓടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആളിങ്ങനെ നബിയോട് ഈ എഴുതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹുവ യഖൂൽ, അയാൾ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ അങ്ങനെ ഒരു പിടുത്തം വിട്ട് അങ്ങനെ സംസാരിച്ചു പോയതാണ്, അത് കാര്യത്തിലല്ല. നൽഅബ്, വെറും വിനോദത്തിലാണ്, വെറും ഒരു തമാശക്ക് പറഞ്ഞതാണ്. ഫയഖൂലു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആൾ എന്ത് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാചകം മാത്രം മറുപടി, അബില്ലാ വആയാതി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. വേറൊന്നും കിട്ടിയില്ലേ തമാശക്ക്? പരിഹസിക്കാൻ വേറൊരു സാധനം വേറെ കണ്ടില്ലേ? അല്ലാഹനെ കൊണ്ടാണോ, അവന്റെ വചനങ്ങൾ കൊണ്ടാണോ, അവന്റെ ദൂതനെ കൊണ്ടാണോ കുൻതും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിച്ചിരുന്നത്? മായൽതബിതുയിലേ, നബി അയാളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല. മറിച്ച് വമായസീദുഹു അലൈഹി, ഈ വാക്കല്ലാതെ വേറൊരു വാക്ക് നബി അധികരിപ്പിക്കുന്നുമില്ല. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഈ ആയത്തിറങ്ങുന്ന ഇതിന്റെ പശ്ചാത്തലം, അതിന്റെ കാരണം നമുക്ക് കിട്ടി. അത് ആ സംഭവത്തിന് മാത്രമല്ല, സമാനമായി അല്ലാഹനെ കുറിച്ചോ അവന്റെ വചനങ്ങളെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ ആര് പരിഹസിച്ചാലും അൽ ഇബ്റ ബിഉമൂമിൽ ലഫ്ള് ലാ ബിഖുസൂസിസ് സബബ്, ഇതിറങ്ങാനുണ്ടായ ആ കാരണത്തിന് മാത്രം അത് ബാധകമായിരിക്കില്ല. മറിച്ച് ഈ ആയത്തിന്റെ പദത്തിൽ അതിന്റെ മൻസൂഖിലും മഫ്ഹൂമിലും വന്ന ആശയം ആർക്കൊക്കെ ബാധകമാണോ അതെല്ലാവർക്കും ബാധകമായി തന്നെ ഇരിക്കും. അല്ലാതെ അത് അന്നത്തെ രണ്ടാൾക്കാർക്ക് മാത്രം ഇറങ്ങിയ സംഭവമല്ല. ഇങ്ങനെയാണ് കാര്യം നടന്നത്. അപ്പൊ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താക്കീത് നൽകി. ആ താക്കീത് നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ഇയാൾ ഓടി വന്നത്. ഔഫ് ബിൻ മാലിക് വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ഇത് പറയുന്നതേ അയാളുടെ മനസ്സിലുള്ളൂ. അപ്പൊ ഔഫ് ബിൻ മാലിക് ചെന്ന് പറയുമ്പോ നബി അത് ഔഫ് ബിൻ മാലിക് ഒരു ഫിത്നക്ക് വേണ്ടി പറയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ്. പക്ഷെ അവർക്ക് പേടിയില്ല. എന്താ പേടി? ഔഫ് ബിൻ മാലിക് അങ്ങനെ പറഞ്ഞത് അതെങ്ങനെയെങ്കിലും കവറപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. പക്ഷെ അല്ലാഹ് ഒരു ആയത്തിറക്കിയാലോ? അല്ലാഹ് പലതും ആയത്തിറക്കാറുണ്ട്. മനുഷ്യരുടെ മനസ്സിലുള്ളത് നേരെ നബിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് യഹ്ദറുൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങൾ ഭയപ്പെടുന്നത് അൻ തുനസ്സല അലൈഹിം സൂറ, അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം, അവരുടെ മേൽ ഒരു ആയത്തിറക്കപ്പെടുന്നത്, ആ ആയത്ത് ഒരു സൂറത്തിറക്കപ്പെടുന്നത്, ആ സൂറത്തിലൂടെ അവരുടെ ഹൃദയത്തിലുള്ളത് നേർക്ക് നേരെ താങ്കൾ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ലോകത്തിന്റെ മുമ്പാകെ അവരുടെ ആ കാപ്പട്യം അത് ശരിക്ക് വലിച്ചു പൊളിച്ച് തുറന്നു കാണിച്ചു കൊടുക്കും. ഇതാണ് അവർ ഭയപ്പെടുന്നത്. എന്നാൽ ഖുലിസ്തഹ്സിഉ, അവരോട് പറയാ, പരിഹസിക്കേണ്ടവരൊക്കൊന്ന് പരിഹസിച്ചോളൂ. ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ഈ കാപ്പട്യം, ഈ കുഫ്ർ, അതല്ല പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. വലൈൻ സാൽതഹും, അവരോട് അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള ആരോപണം നോക്കൂ. മുഹമ്മദ് നബിയെയും കൂടെയുള്ള ഖുർആനെയും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു, അർഗബ ബുതൂനൻ, ഇവരെക്കാളും തീറ്റക്കൊതിയന്മാര് വേറെ നമ്മൾ കണ്ടിട്ടില്ല. അക്ദബ അൽസുനൻ, അവരെക്കാളും പെരുങ്കള്ളന്മാര് നുണച്ചികളാണ്, അവർ നമ്മൾ വേറെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അജ്ബന ഇൻദ ലിഖാ, ശത്രുക്കളുമായി മുഖാമുഖം കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഭീരുത്വം കാണിക്കുന്ന ഒരുത്തരെ, ഇവരെക്കാൾ വലിയ ഭീരുക്കളെ വേടിത്തണ്ടന്മാരെ വേറെ കണ്ടിട്ടില്ല. ഈ പരിഹാസം, ആ പരിഹാസത്തിന്റെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് അവർ വന്നിട്ട് പറയാണ്, എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ള മറുപടി ഇന്നമാ കുന്ന നഖൂദു വനൽഅബ്, അതങ്ങനെ പറഞ്ഞ്
വർത്താനത്തിൽ അങ്ങ് മുഴുകിയപ്പോ പറഞ്ഞു പോയതാണ്. അത് കാര്യത്തിന് പറഞ്ഞതല്ല, അത് തമാശക്ക് പറഞ്ഞതുമാണ്. അതിന് ഒരൊറ്റ കാര്യം, അവരോട് ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞേക്കും, ചോദിച്ചേക്കും. അബില്ല വആയാതി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെ കൊണ്ട്, അവന്റെ വചനങ്ങൾ കൊണ്ട്, അവന്റെ ദൂതനെ കൊണ്ടാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? എങ്കിൽ ലാ തഅ്തദിറു, ഇത് നിങ്ങളിൽ നിന്ന് സംഭവിച്ചു, ഇനി നിങ്ങൾ ഒഴിവ് കഴിവുകൾ ബോധിപ്പിക്കേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഇതുവരെ മുഅ്മിനീങ്ങളായിരുന്നു, ഈ വാക്ക് നിങ്ങളിൽ നിന്ന് വന്നുപോയി. ആ വന്നുപോയത് ഹൃദയത്തിൽ അങ്ങനത്തെ കുഫ്ർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നാവിലേക്കും അത് വരുന്നത്. ഹൃദയത്തിൽ ഈമാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈമാൻ ഉണ്ടെങ്കിൽ ഒരു തമാശയിൽ പോലും അത് വരാൻ സമ്മതിക്കില്ല. ഇതിലേറ്റവും വലിയ പാഠവും അതാണ്. ഈമാനിന്റെ അധ്യായത്തിൽ നമ്മൾ എടുക്കേണ്ട പാഠം അതാണ്. ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലൊരു ഈമാൻ ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ, അത് നമ്മുടെ അമലുകളിൽ തെളിയണം. അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കണം. കർമ്മങ്ങളിൽ പ്രതിഫലിക്കാത്ത ഒരു ഈമാൻ അതൊരു വാദം മാത്രമാണ്, അതൊരു അവകാശവാദം മാത്രമാണ്. ഒരാൾക്ക് ഈമാനുണ്ടോ? അല്ലാഹുവിൽ, അവന്റെ റസൂലിൽ, അവന്റെ കിതാബിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹുവിനെ കുറിച്ചോ അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ചോ അവന്റെ ദൂതനെ കുറിച്ചോ പരിഹസിക്കാൻ ഒരാൾക്ക് പറ്റില്ല. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും മനസ്സിലുള്ള ഒരു കാര്യമല്ല. ഈമാനാണെങ്കിൽ ആ ഈമാൻ അയാളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ, അഅ്മാലും വാഹിറകളിൽ അത് പ്രതിഫലിച്ചിരിക്കണം. അപ്പോഴാണ് അത് ഈമാനായി തീരുന്നത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈമാനിന്റെ മുസമ്മയുടെ കൂട്ടത്തിൽ അഅ്മാലുകൾ ഉൾപ്പെടുത്തുന്നത്. ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൗലുൻ വഅമൽ യസീദു വയൻഖുസ്, അത് ഖൗലാണ് അമലാണ്. എന്താണ് ഖൗലാണ് അമലാണ്? ഒന്ന് ഇഖ്റാർ, ഒന്നാമത്തേത് തസ്ദീഖും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, പോരാ. വഇഖ്റാറും ബിൽ ലിസാൻ, അത് നാവ് കൊണ്ട് പറയണം. വഅമലും ബിൽ ജവാരിഹി വൽ അർകാനി ബിമൂജിബി ദാലിക്, അതനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങളിൽ, തന്റെ ശാരീരിക അവയവങ്ങൾ കൊണ്ട് അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ എന്ന പോലെ പ്രവർത്തനങ്ങളിലും അത് തെളിയുക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് ഈമാനല്ല. ഈമാൻ എന്നത് ഒരു മുജറദു ദഅവ, വെറും ഒരു അവകാശവാദം മാത്രമായി നിലനിൽക്കും എന്ന് പറഞ്ഞു. ഇതാണ് ഇതിലെ ആ ഭാഗത്തിലെ ഏറ്റവും വലിയ പാഠം. എന്നിട്ട് അതുകൊണ്ട് ഇനി പറയുകയും കേൾക്കുകയും ചെയ്തവരുടെ കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഅഫു ത്വായിഫത്തൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് നാം അഫ്വ് ചെയ്തു കൊടുത്തേക്കാം, കൊടുത്തെങ്കിൽ തന്നെ നുഅദ്ദിബു ത്വായിഫ, ഒരു വിഭാഗത്തെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ബിഅന്നഹും കാനൂ മുജ്രിമീൻ, കാരണം അവർ ശരിയായ അപരാധികളാണ് എന്നതിനാൽ. അപ്പൊ ഇത് പറഞ്ഞ കൂട്ടത്തില് അത് വെറുതെ കേട്ടവർ മാത്രം ഉണ്ടാകും, മനസ്സിൽ അത്ര തന്നെ അത് അങ്ങട്ട് അറിഞ്ഞാത്ത ആളുകൾ ഉണ്ടാകും. എന്നാൽ അവരുടെ കൂട്ടത്തില് ശരിക്കെന്താണ്, ഔഫ് ഇബ്നു മാലിക്കിനെ പോലുള്ള ആളുകളുണ്ട്. അവരത് കണ്ടപ്പോൾ തന്നെ ഇൻകാർ നടത്തി, അതിന് മറുപടി പറഞ്ഞു. നീ പറഞ്ഞത് കളവാണ്, മറിച്ച് നീയാണ് മുനാഫിഖ്, നിന്റെ ഈ സ്വഭാവം ഞാൻ റസൂലുള്ളാഹിനോട് അറിയിക്കാതിരിക്കില്ല. അവര് ബരിഅ വസലിം, അവരതിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് തീർത്തും മുക്തരാണ്, അവർക്കതിൽ പങ്കില്ല, അവര് സലാമത്തിലാണ്. അതാണ് മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി വഇൻ ലം യസ്തതി ഫബിലിസാനി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക ദഅഫുൽ ഈമാൻ. എന്നാൽ ആ അദ്വാഫുൽ ഈമാൻ പോലും കാണിക്കാതെ, ഹൃദയം കൊണ്ട് പോലും വെറുക്കാതെ മുണ്ടാമത്തിരുന്ന ഒരു ടീമുണ്ടാകും. അതിൽ ആ വർത്താനത്തിന് തലാറ്റിയൊരു ടീമുണ്ടാകും, ശരിവെച്ചവരുണ്ടാകും, അത് പറഞ്ഞവരുണ്ടാകും, പല തരക്കാരാണ്. അതുകൊണ്ട് അവരിൽ ഒരു വിഭാഗത്തിന് നാം അഫ്വ് ചെയ്തു കൊടുത്താൽ തന്നെ നുഅദ്ദിബു ത്വായിഫ, ഒരു വിഭാഗത്തെ നാം ശിക്ഷിക്കും. ബിഅന്നഹും കാനൂ മുജ്രിമീൻ, അവർ തനിച്ച ശരിയായ അപരാധികളാണ് എന്നതിനാൽ. അതുകൊണ്ട് തന്നെ അഫ്വ് അർഹിക്കുന്നവരുണ്ടാകും, അഫ്വ് അർഹിക്കാത്തവരുണ്ടാകും. അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് ഉഴുതുർ ബോധിപ്പിച്ചാൽ എല്ലാ ഉഴുതുറുകളും സ്വീകരിച്ചോണമെന്നില്ല. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ മൂക്കാറും പിടിച്ചിട്ട് പിന്നാലെ ഓടി കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങള് വെറുതെ ഒരു തമാശ പറഞ്ഞു പോയതാണ്, കാര്യത്തിൽ പറഞ്ഞതല്ല, ഹദീസ് റക്ബിന്റെ ഭാഗമാണ്, അത് അങ്ങോട്ട് പറഞ്ഞു പോയപ്പോ സംഭവിച്ചതാണ്, നബിയെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉഴുതുറുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കപ്പെടാത്ത ഉഴുതുറുണ്ട്. നബിയെ സ്വീകരിക്കാൻ നിന്നില്ല. അള്ളാഹു ആ ഉഴുതുറ് സ്വീകരിച്ചില്ല. തീർന്നു, വേണ്ട, ഒഴിവ് കഴിവുകൾ വേണ്ട എന്നാ അള്ള പറഞ്ഞത്. ഫഖദ് കഫർതും, ഇത്തരം കാര്യത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഫീഹി മസാഇൽ,
ഇതിൽ കുറച്ച് മസലകളുണ്ട്. ഒന്നാമത്തേത് വഹിയൽ അദീമ, അതാണ് ഏറ്റവും വലിയ മസല. അന്ന മൻ ഹസല ബിഹാദാ ഫഹുവ കാഫിർ. ഈ കാര്യത്തെ കൊണ്ട് ഒരാൾ പരിഹസിച്ചാൽ, പരിഹാസപൂർവമുള്ള തമാശ പറഞ്ഞാൽ, ഇത് കുറച്ച് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെയൊക്കെ മൊബൈലുകളിലുള്ള കോമഡികളിൽ അള്ളാന്റെ വചനങ്ങൾ കൊണ്ടുള്ള തമാശകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ദീനിന്റെ ഷിആറുകൾ ചിലപ്പോഴൊക്കെ തമാശകളിൽ കടന്നു വരാറുണ്ട്. ഹസ്ൽ എന്നുള്ള വാക്ക് ഞാൻ വളരെ ബോധപൂർവം, തമാശ അത് പരിഹാസം കലർന്നത്, അതാണ് ഹസ്ൽ. ഞാനൊരു തമാശയല്ലേ പറഞ്ഞത്. തമാശ തമാശക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാർഗമല്ല, അതിന് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു കാര്യമല്ല അള്ളാന്റെ വചനങ്ങൾ, അള്ളാന്റെ റസൂൽ. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട സമയം എത്രയോ വൈകിയിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ സൗണ്ട് ക്ലിപ്പും കോമഡികളും പാരഡികളും അതിന്റെ ഒരു കാലാണ്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടാകും. എല്ലാവർക്കും സോഷ്യൽ മീഡിയകളിൽ, അതുപോലെ തന്നെ അതുപോലുള്ള സമാന സംവിധാനങ്ങളിൽ അക്കൗണ്ട് ഉണ്ടാകും. എന്നിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. എന്നിട്ട് ഒരാൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ജാഹില്, അല്ലെങ്കിൽ ദീനില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ദീനി വിരുദ്ധൻ ഒരു സംഗതി വിടും. അതെല്ലാവരും കേൾക്കുകയും കേൾപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. വളരെ സൂക്ഷിക്കണം. എപ്പോഴും ഞാൻ ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ്. അത് വീണ്ടും ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ്. വേറെ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ്. ഒന്ന്, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ്. ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ ഫീ നളരികും അദഖു മിന അശ്ശഅർ ഇൻ കുന്നാ ലനഅദ്ദുഹാ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. രണ്ടുപേരും ദീർഘമായി ജീവിച്ചിട്ടുള്ള, ദീർഘകാലം ജീവിച്ച, റസൂലുള്ളാഹിന്റെ കാലശേഷം ദീർഘമായി ജീവിച്ച സ്വഹാബി വര്യന്മാരും ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള മുഖ്തരീങ്ങളിൽപ്പെട്ട ആളുമാണ് അനസ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്ത ഇമാം മുസ്ലിമിലുള്ള റിവായത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ ഇന്ന് ചില പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. ഹിയ ഫീ നളരികും അദഖു മിന അശ്ശഅർ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആ കാര്യങ്ങൾ വളരെ ചെറിയ, വളരെ മൈൽഡായിട്ടുള്ള ചെറിയ കാര്യമാണ്. അദഖു മിന അശ്ശഅർ. ഒരു രോമത്തിന്റെ വില പോലും, ഗൗരവം പോലും അതിന് നിങ്ങൾ കണക്കാക്കുന്നില്ല. അതിലും ചെറിയ, അതിലും നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ അവയെ കണക്കാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ കുന്നാ ലനഅദ്ദുഹാ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് അത് ഗുരുതരമായ വൻപാപങ്ങളിൽ ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളവയായിരുന്നു. ഇത് വളരെ സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അതിലാണ് ഉൾപ്പെടുന്നത്. ഇനി നമ്മളെ മൊബൈലിലുള്ള കോമഡികള് ഒന്ന് പരിശോധിക്കുന്ന പോയിട്ട്, വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കുക, വേറെ ലക്ഷ്യമല്ല. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുകയും അതിന്റെ രേഖ നിങ്ങളുടെ കയ്യിൽ പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഉൾദർ പോലും പറയാൻ ഞാൻ അറിയില്ലായിരുന്നു. ഒരു നീണ്ട യാത്രയിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഖുറായികളെ കുറിച്ച്, പൊതുവെ മൗലവിമാരെ കുറിച്ച് പറയലില്ലേ, സാധാരണ ഇന്ന് മൗലവിമാരെ കുറിച്ചാണ് പറയാ. മൗലവിമാരെ കുറിച്ച് ഓരോരുത്തരും സംസാരിക്കാൻ തുടങ്ങിയ അവരുടെ നാവിന്റെ നീട്ടം, അവരുടെ ഒരിക്കലും തെറ്റുകളുണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ലല്ലോ പരിഹരിക്കേണ്ടത്. പക്ഷെ അവരെ പരിഹസിക്കുകയാണ്. പരിഹാസം എന്ന് പറയുന്നത് ദീനിന്റെ വഴിപ്പെട്ടതാണ്. ഒരുപാട് വലിയ ആൾക്കാർ ദീനിനെ എതിർത്തിട്ടുള്ള കൊലകൊമ്പന്മാർ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഉത്ബത്തുണ്ടായിട്ടുണ്ട്, ഷൈബത്തുണ്ടായിട്ടുണ്ട്, വലീദുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അസാസീൻ, അവരുടെ ഖുറൈശികളുടെ ആ വലിയ കൊമ്പന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിമർശിച്ചത് ഒരാളുടേതാണ്. ആരതാണ്? അബൂലഹബിന്റെ പേരെടുത്താണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളായ നല്ലവരായ മനുഷ്യന്മാർ അബൂലഹബിനെ വിമർശിച്ചിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ പേര് ചൊല്ലിയുള്ള വിമർശനം അള്ളാഹുള്ള ഇബാദത്തായി പാരായണം ചെയ്ത് കൂലി വാങ്ങുന്നതാണ്. നമസ്കാരത്തിന്റെ പുറത്ത് പാരായണം ചെയ്ത് കൂലി വാങ്ങുന്നതാണ്. അങ്ങനെ അബൂലഹബിന്റെ പേര്, അബൂലഹബിന്റെ കാര്യം
അപ്രകാരം അള്ളാഹു പരാമർശിക്കാറുണ്ടായ കാരണം മുഫസ്സിറുകളിൽ ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതാവാം, അള്ളാഹു ആലം, ചൂണ്ടിക്കാണിക്കപ്പെട്ട കാരണങ്ങളിലൊന്ന് അദ്ദേഹം ഏറ്റവും വലിയ പരിഹാസിയായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ പരിഹാസിയായിരുന്നു. അതുകൊണ്ട് തബ്ബത് യദാ അബീ ലഹബ് വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അതുകൊണ്ട് പരിഹാസം അതൊരു പ്രബോധന രീതിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ചില പ്രാസംഗികന്മാരുടെയൊക്കെ പ്രസംഗം കേട്ട അല്ലാഹ് എന്തൊരു തരത്തിലാണ് ആദ്യന്തം പരിഹാസത്തിൽപ്പെട്ട ഒരു സംഭവമല്ല. അത് വളരെ മോശമാണ്, വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവര് ഒന്ന് പരിഹസിച്ചു. ഒരു സാധാരണ മറ്റൊരാളെ പരിഹസിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റായിരിക്കെ അള്ളാഹിനെ കുറിച്ചോ അവന്റെ വചനങ്ങളെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ തമാശ പറയാ, പരിഹാസം കലർന്ന തമാശ പറയാ. ഒരു തമാശല്ലേ, പരിഹാസമല്ലല്ലോ മൗലവി, അതൊരു തമാശല്ലേ? അല്ല, തമാശയാണ്. തമാശയിൽ നിങ്ങൾ ചാലിച്ചു വെച്ചിരിക്കുന്നത്, അത് നിങ്ങൾ കലർത്തിയിരിക്കുന്നത് പരിഹാസമാണ്. പരിഹാസ ഭാഗത്തിലുള്ള നിങ്ങളുടെ ഈ തമാശ ഇന്നക്കും ഒരു രോമത്തിന്റെ ഗൗരവം പോലും അതിന് നിങ്ങൾ കണക്കാക്കുന്നില്ല. ഇത് തന്നെയാണ് പതിവായി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താറുള്ള ഹദീസ്. ഒരാൾ വെറുതെ ഒരു വാക്ക് പറയും, ഞാനും തമാശ പറഞ്ഞതല്ലേ, അതിനയാൾ അത്ര ഗൗരവമൊന്നും കണക്കാക്കുന്നില്ല. ആ വാക്കിന് എന്താ കുഴപ്പം? അത് തമാശല്ലേ? ഹസിൽ എന്ന് പറഞ്ഞാൽ തമാശ തന്നെയാണ്. ഞാൻ നേരത്തെ വാക്ക് പരിചയപ്പെടുത്തി. ജിൽദ് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഹസിൽ, തമാശ. ആ തമാശയിൽ ഒരു ചെറിയ പരിഹാസം. അതിന് തമാശക്കും പരിഹാസത്തിനും നിങ്ങൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തെ, അള്ളാഹുവിന്റെ വചനത്തെ, അള്ളാഹ് നിയോഗിച്ചിട്ടുള്ള അവന്റെ ദൂതനെയാണെങ്കിൽ അത് കുഫ്റാണ്, അത് ശിർക്കാണ്, അത് ഇൽഹാദാണ്. കുഫറും ശിർക്കും ഇൽഹാദുമാകുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാക്ക് വന്നു പോയാൽ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ 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 സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഈ രണ്ട് ഹദീസുകൾ മനസ്സിൽ വെക്കുക. അതുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട്, എനിക്കറിയാം പലരുടെയും മൊബൈൽ പ്രശ്നമാണ്, അതിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സൗണ്ട് ക്ലിപ്പ് ഓരോന്നായിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണ്ടാത്ത ഇത്തരം സംഗതികൾ ഉടനെ നീക്കം ചെയ്യണം. അതൊരാൾ കേൾപ്പിച്ചു തരികയാണെങ്കിൽ അപ്പം നിർത്തിക്കുകയും നമുക്ക് നിർത്തിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആ നിമിഷം ഇറങ്ങി വെല്ലൊഴിഞ്ഞു പോവുകയും ചെയ്യാം. അത് കേട്ടുകൊടുക്കാവുന്ന ചെവിയല്ല അത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരിക്കണം. അഅ്ഖുബ്നു മാലിക് അത് കേട്ടപ്പോ എന്താ പറഞ്ഞത്? അതൊരു തമാശ, എന്തെങ്കിലും ഖുർആനികൾ അങ്ങനെ തന്നെയാണ്, ഒരുപാട് നല്ല തീറ്റല്ലേ എന്നല്ല അഅ്ഖുബ്നു മാലിക് പറഞ്ഞു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തും മുമ്പ് അള്ളാഹ് വഹി ഇറക്കി കൊടുത്തു. ആ വഹി ഇറക്കിയിട്ട് ഇനി ഒരു വരും, പല എക്സ്ക്യൂസും പറയാൻ നോക്കും. ഒക്കെ പറയാനുള്ള ന്യായങ്ങളായിരിക്കും. അതിനൊരു മറുപടി പറയൂ, ും പഴയ ഈമാനി. കാരണം എന്ത്? ഇതല്ലാതെ വേറെ ചോദ്യം അദ്ദേഹത്തോട് ഒട്ടകത്തിന്റെ മൂക്കാറും പിടിച്ച് കല്ല് കാലുമലേക്ക് ഇങ്ങനെ തെറിച്ചടിച്ചിട്ട് പിന്നാലെ നടന്ന് പറഞ്ഞു നോക്കിയാലോ, അയാളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഈ വാചകം ഖുർആനിന്റെ വചനത്തിന്റെ ഈ ഒരു കഷ്ണം അതല്ലാതെ വേറൊന്നും റബി കൂടുതൽ പറഞ്ഞതുമില്ല. അബില്ലാഹി വആയാതി വറസൂലി കുൻതും തസ്തഹ്സിഊൻ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ മസല വളരെ ക്ലിയറാണ്. അത് ശൈഖുൽ ഇസ്ലാം ഇമാമുദ്ദഅവ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് റളിയ അൻഹു അദ്ദേഹം കിതാബ് തൗഹീദിന്റെ ഒരു ബാബ് നൽകിയത്, അതിന്റെ മസലകളിൽ എണ്ണിയത്. കാരണം അള്ളാന്റെ നാമങ്ങൾ കൊണ്ട്, അവന്റെ ആയാത്തുകൾ കൊണ്ട്, റസൂലിനെ കൊണ്ട് ഒരാൾ പരിഹസിച്ചാൽ ഇൽഹാദാണ്. വൽഇൽഹാദു ശിർക്ക് യുനാഫി, അത് വിരുദ്ധമാണ്. ഏതിന്? കമാലത്ത് തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന ശിർക്കിന്റെ വിഷയങ്ങളിലേക്ക് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് മസല ചേർത്തിട്ടുള്ളത്. അത്താരിയ രണ്ടാമത്തേത്
أن هذا هو تفسير الآية في من فعل ذلك كائنا من كان. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതാണ് ഈ ആയത്തിന്റെ തഫ്സീർ. ഈ ആയത്തിന്റെ തഫ്സീർ എന്താണ്? മൻ ഹദല ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ് അവിൽ ഖുർആൻ അവിൽ റസൂൽ ഫഖദ് കഫർ. ഈ ആയത്തിന്റെ മൻതൂഖിൽ നിന്ന്, ഈ ആയത്തിന്റെ അക്ഷരാർത്ഥം ഇതാണ്, ആയത്തിന്റെ അക്ഷരങ്ങളിൽ തെളിയുന്ന അർത്ഥം ഇതാണ്, അതിന്റെ മൻതൂഖ് ഇതാണ്. അള്ളാഹുവിനെ കൊണ്ട്, അവന്റെ വചനങ്ങളെ കൊണ്ട്, അള്ളാന്റെ റസൂലിനെ കൊണ്ട് ഒരാൾ പരിഹാസപൂർവ്വം തമാശയിൽ മുഴുകിയാൽ, തമാശ പറഞ്ഞാൽ അയാൾ കാഫിറാണ്. കാഇനൻ മൻ കാൻ, അയാൾ ആരും തന്നെയായിട്ടും കാര്യമില്ല. ഞാൻ തബൂക്ക് യുദ്ധത്തിന് പോരാനൊരുങ്ങിയ ആളാണ്, അതൊന്നും അതിനുള്ള കാരണമല്ല. അതിന് അള്ളാഹിനെയും റസൂലിനെയും അള്ളാന്റെ വചനത്തെയും ഖുർആനെയും പരിഹസിക്കാനോ തമാശയാക്കാനുള്ള ഒരു ന്യായീകരണമല്ലാതെ, അങ്ങനെയുള്ള ന്യായീകരണങ്ങളില്ലാത്ത വേണ്ട, ആ ന്യായീകരണം വേണ്ട എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഈ ആയത്തിന്റെ തഫ്സീർ ഇറങ്ങിയത് ഈ സംഭവത്തിലാണ്. പക്ഷേ ഇതിന്റെ ലഫ്ള് ആർക്കൊക്കെ ബാധകാണോ അവർക്കൊക്കെ ബാധകാകുന്നതാണ്. അത് കാഇനൻ മൻ കാൻ. അപ്പൊ നിങ്ങൾക്ക് പല ന്യായം പറയാനുണ്ടാകും. അയാൾ 50 വർഷമായി തൗഹീദിന് വേണ്ടിയിട്ട് ശബ്ദിച്ച നാവാണ്, 50 അല്ല 80 ആയി. എന്താ കാര്യം? അതിനെതിരായ കാര്യം മുപ്പറിൽ നിന്ന് വന്നു പോയാൽ അവസാനം അള്ളാഹ് പരിഗണിക്കുക, അതുകൊണ്ട് അത് സൂക്ഷിക്കുക. ഇതാണ് അതിന്റെ തഫ്സീർ. ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം ഇതാണ്, ഇനി ആവർത്തിക്കേണ്ടതില്ല. അൽ മസ്അലത്തു സാലിസത്തു, മൂന്നാമത്തത്, അൽ ഫർഖു ബൈനൻ നമീമ വന്നസിഹത്തി ലില്ലാഹി വലിറസൂലിഹി. നമീമത്തൊന്ന് വേറെ, അന്നസിഹത്തു ലില്ലാഹി വലിറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടും നസിഹത്ത് പുലർത്തുന്നതൊന്ന് വേറെ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം നമീമത്ത് വരെയാണോ ചെയ്തത്? ചില ആൾക്കാരുണ്ട്, അവര് ചില നന്മകളൊക്കെ തിന്മകളാക്കി കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ചിലപ്പോ അവരെന്ത് ചെയ്യൂല, അവർ നന്മ ചെയ്യൂല. എങ്ങനെ നന്മ ചെയ്യാക്ക? ഞാൻ ചെയ്യാതിരുന്നത് അങ്ങനെ ചെയ്താൽ എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുമോ എന്ന് കരുതിയിട്ടാണ് എന്നാണ് ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. റിയായിന് ഫിഅലിയായ റിയായുണ്ട്, തർക്കിയായ റിയായുണ്ട്. ഇതൊരു മനോഭാവമാണ്. ആ മനോഭാവത്തിന്റെ പ്രശ്നം ചിലര് സൂക്ഷിച്ച് പേടിച്ച് അള്ളാനെ പേടിച്ച് പള്ളി കയറൂല എന്ന് പറയാറുണ്ട്. എന്താ? അള്ളാനെ പേടിയാണ്, അതുകൊണ്ട് അള്ളാന്റെ ഭവനത്തിൽ അള്ളാനെ പേടിച്ചിട്ട് ആള് കയറൂല എന്നതുപോലെ ചില ആൾക്കാര് ചില ദീന് ശറഅായ ചില സംഗതികൾ ചെയ്യാതെ അവര് രക്ഷപ്പെടും. അത് രക്ഷപ്പെട്ടിട്ട് അതിന്റെ അവർ ന്യായീകരണം പറയും, ഞാൻ അങ്ങനെ ചെയ്താൽ അത് റിയാ ആവൂലേ, അല്ലെങ്കിൽ അത് അങ്ങനെ വിചാരിക്കൂലേ. ഒരു കാര്യം ഹത്താണെങ്കിൽ, ന്യായാണെങ്കിൽ അതൊരാള് കാണാതെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഒരു വേറൊരാള് കാണുമെന്ന് വിചാരിച്ചിട്ട് അത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്മ ചെയ്യാതിരിക്കേണ്ടതില്ല. അത് അനിവാര്യമായി കാണേണ്ടി വരികയാണെങ്കിൽ കണ്ടോട്ടെ, ഒരു രക്ഷയില്ല. അത് നമുക്ക് തടസ്സാവേണ്ടതില്ല. എന്നതുപോലെ ഇവിടെ ഞാനത് നബിയോട് പോയി പറഞ്ഞാൽ, അതും ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭം, ആ പോകുന്ന സന്ദർഭത്തിൽ സൈനികർക്കിടയിൽ തന്നെ അങ്കലാപ്പുണ്ടായാൽ, അതുകൊണ്ട് തൽക്കാലം ഞാനൊരു നന്മ ഉദ്ദേശിച്ചിട്ട് ഞാൻ മൂടി വെക്കുക എന്ന് പറയുന്ന അതാണോ? അല്ല, അത് നസിഹത്തിന് വിരുദ്ധമാണ്. അത് പറയേണ്ട സമയത്ത് പറയേണ്ടവരെ അറിയിക്കുക തന്നെ വേണം. അതാണ് നസിഹത്ത്. അല്ലാതെ ഇതിനെ ചിലർ പറയാ, കണ്ടോ ഔഫ് ഇബ്നു മാലിക് അവിടെ ഏഷണി പറഞ്ഞു, അല്ലെങ്കിൽ അപ്പം പോയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ഔഫ് ഇബ്നു മാലിക് പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഔഫ് ഇബ്നു മാലിക് എത്തുന്നതിന്റെ മുമ്പ് അള്ളാന്റെ വഹയോടെ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഔഫ് ഇബ്നു മാലിക് ഇവിടെ ചെയ്തത് ഒരിക്കലും നമീമത്തിന്റെ ബാബിൽപ്പെട്ടതല്ല. വന്നമീമത്തു നഖ്ലുൽ കലാമി ലിൽഇഫ്സാദി ബൈനന്നാസ്. എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾ പറഞ്ഞ വാക്ക് വേറൊരാളുടെ അടുക്കൽ, അയാൾ പറഞ്ഞ വാക്ക് വേറൊരാളുടെ അടുക്കൽ എത്തിച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? പരസ്പരം ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി. ഔഫ് ഇബ്നു മാലിക് ഒരിക്കലും ഫസാദിന് വേണ്ടിയല്ല പറഞ്ഞത്, മറിച്ച് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് നുസ്ഹൻ ലില്ലാഹി വലിറസൂലി, അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയുടെ നസിഹത്തിന്റെ ഭാഗമാണ്, റസൂലുള്ളാഹിനോടുള്ള നസിഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് രണ്ടും വേർതിരിക്കാനുള്ള ഈ സൂക്ഷ്മമായ ഇത് വേർതിരിക്കാൻ സാധിക്കണം. ചില ആൾക്കാര് നുസ്ഹ് കാണിക്കേണ്ടടുത്ത് അത് നമീമത്താണ് എന്ന് ദുർവ്യാഖ്യാനിച്ചിട്ട് നുസ്ഹ് കാണിക്കൂല. ചില ആളുകൾ അതേ സന്ദർഭത്തിൽ അത് നുസ്ഹാണ് എന്ന പേരിൽ ഇഫ്സാദ് ഉണ്ടാക്കുകയും ചെയ്യും.
മറ്റവരോട് ദേഷ്യം ഏതായാലും ഉണ്ട്, എന്നാ ഒന്ന് അവിടെ നിന്ന് ഒന്നും അന്നെന്ന ലേശം കാസർച്ചൊച്ചിച്ചല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതാണ് നമീമത്ത്. നുസ്ഹ് വേറെയാണ്, നമീമത്ത് വേറെയാണ്. ഇവിടെ ഔഫ് മാലിക് റളിയല്ലാഹു തആല ചെയ്തിട്ടുള്ളത് നുസ്ഹല്ല വല റസൂലി വല കിതാബി, അള്ളാഹുവിനോട്, അള്ളാഹിന്റെ റസൂലിനോട്, അള്ളാഹിന്റെ കിതാബിനോടുള്ള നസിഹത്താണ്. എന്നാൽ ഈ നിഫാഖ് ഉള്ളിൽ ഒതുക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ പരിഹസിച്ചിട്ട് അവർ സൈന്യത്തിൽ ഇങ്ങനെ പോരാന്നുള്ളത്, അത് റസൂലുള്ളാഹിനോട് പറയാന്നുള്ളത് നസിഹത്താണ്. അത് അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും അള്ളാഹിന്റെ കിതാബിനോടും നിർബന്ധമായും കാണിച്ചിരിക്കേണ്ട നസിഹത്താണ്. എന്നാൽ ചില ആളുകൾ ഇങ്ങനെയുള്ള നസിഹത്തിനെ നമീമത്തായിട്ട് തെറ്റിദ്ധരിപ്പിക്കും. അല്ല, അത് നമീമത്തല്ല. നമീമത്തിന്റെ ഹദ്, അതിന്റെ തഅരീഫ് നഖലുൽ കലാമി ലിൽഇഫ്സാദി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ധരിക്കുക. ഓൻ പറഞ്ഞതിന് ഒന്ന് കൊട്ടി മാറ്റിയിട്ടുണ്ടാകും, ചിലപ്പോൾ അതിലൊന്ന് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും, കുറച്ചൊന്ന് കട്ടിയൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞിട്ട് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. ഇത് അതിൽപ്പെട്ടതല്ല. ഇതിന് സ്വല്ല കിതാബി വല റസൂൽ. നാലാമത്തേത് الفرق بين العفو الذي يحبه الله وبين الغضب على أعداء الله. الله سبحانه وتعالى അഫുവാൻ, അഫുവുൻ, ധാരാളം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത്. അള്ളാഹു അഫുവാണ്, യുഹിബ്ബുൽ അഫു, വിട്ടുവീഴ്ചയെ അവൻ അധികം ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ അവന്റെ അടിയാളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന വിട്ടുവീഴ്ചകൾക്ക് യാതൊരു കണക്കുമില്ല, യാതൊരു കണക്കുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തിലാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത്? ഇങ്ങനത്തെ കുഫറിന്റെ കാര്യം അത് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു ചെയ്തു തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള വയഅഫു അൻ കസീർ, ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ, അപരാധങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു. അതേ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ശത്രുക്കൾ, ആ ശത്രുക്കൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കില്ല. അവരോട് കർക്കശമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലകൊള്ളുക. അത് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹിന്റെയും റസൂലിന്റെയും ശത്രുക്കളായിട്ടുള്ള കുഫാറുകളോട് നിങ്ങൾ സമരം ചെയ്യുക. നിങ്ങളുടെ ആ കാർക്കശ്യം അവരനുഭവിക്കട്ടെ, കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഫർ പറഞ്ഞതിലൂടെ, ഈ ശിർക്കിന്റെയും കുഫറിന്റെയും വാക്ക് പറഞ്ഞതിലൂടെ അവര് അള്ളാഹിന്റെ അഴുതാക്കളായി, അഴുതാക്കളോട് അള്ളാഹു പിന്നെ അഫുവില്ല. അഫുവ് എന്ന് പറയുന്നത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അവരിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക്, മഅസിയത്തുകൾക്കാണ് ചെയ്യുന്നത്. ഒരാൾ അള്ളാഹിന്റെ അദുവായി തീർന്നാൽ പിന്നെ അള്ളാഹിന്റെത് ഹിമ്മത്താണ്. അപ്പൊ ഹിമ്മത്ത് എവിടെ? അഫുവ് എവിടെ? അഫുവ് മുഅ്മിനീങ്ങൾക്കാണ്, അവരുടെ തെറ്റുകുറ്റങ്ങൾക്കാണ്. ഹിമ്മത്ത് എന്ന് പറയുന്നത് കുഫാറുകൾക്കാണ്, അള്ളാഹിന്റെ അഴുതാക്കൾക്കാണ്. അഴുതാക്കൾക്ക് അള്ളാഹു എന്ത് ചെയ്യാൻ പോകുന്നില്ല? വിട്ടുവീഴ്ച ചെയ്ത് അഫുവ് ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ അഫുവ് ഈ ആയത്തിൽ രണ്ട് നമ്മൾ കണ്ടു. ഒരു വിഭാഗത്തിന് നാം അഫുവ് ചെയ്തു കൊടുത്താൽ ആരോടാണ് അഫുവ്? അഫുവ് ഒരു മുഅ്മിനാണ്. മുഅ്മിനിന്റെ അടുക്കൽ നിന്ന് തെറ്റുകൾ ധാരാളം വരാം. ആ കാര്യങ്ങളിൽ അള്ളാഹിന്റെ അഫുവ് പ്രതീക്ഷിക്കാം. എന്നാൽ ആരോടാണ് ഹിമ്മത്ത്? ഹിമ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അഴുതാക്കളോടാണ്, ശത്രുക്കളോടാണ്. അവർ അള്ളാഹുവിൽ കുഫറും ശിർക്കും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അഫുവല്ല. അള്ളാഹു അവരോട് വളരെ കർക്കശമായിട്ട് ഇത് തന്നെയാണ്. അൽ ഖാമിസത്തു, അഞ്ചാമത്തെ മസ്അല, അന്ന മിനൽ അഅ്സാരി മാ ലാ യൻബഗി അൻ യുഖ്ബൽ. നമ്മുടെ മുന്നിൽ പറയപ്പെടുന്ന ഉസ്റുകൾ, ഉസ്റുകൾ, എക്സ്ക്യൂസുകൾ, ഒഴിവുകഴിവുകൾ, അവയുടെ കൂട്ടത്തിൽ ഉണ്ട് സ്വീകരിക്കപ്പെടേണ്ടതില്ലാത്ത. കാരണം ഇവര് ചെയ്തത് വാഹിറിൽ വ്യക്തമായ കുഫ്റാണ്. അവര് പറഞ്ഞിട്ടുള്ള വാക്ക് റസൂലുള്ളാഹിനെയും ഖുർആനുകളെയും, ആരാ ഖുർആനുകൾ? അള്ളാന്റെ, അവരുടെ ഹൃദയം നിറച്ച് അള്ളാന്റെ വചനാണ്. അവര് എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാന്റെ വചനാണ്. അവർ പഠിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും അവർ ജീവിക്കുന്നതും ഈ വചനം കൊണ്ടാണ്. അങ്ങനെയുള്ള ഖുർആനുകൾ അവരുടെ അസലിലുള്ളത്, അവരുടെ ബുദ്ധിയിൽ, അവരുടെ മനസ്സിൽ, അവരുടെ മസ്തിഷ്കത്തിൽ നിറഞ്ഞിരിക്കുന്നത് അള്ളാന്റെ വചനമാണ്. ആ ഖുർആനുകളെ കുറിച്ചാണ് പറയുന്നത് അർഗബു ബുതൂനൻ,
അക്ദബു അൽസുനൻ അജ്ബറു ഇൻദ ലിഖാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു വിഭാഗം പിന്നെ വന്നിട്ട് അതൊരു തമാശയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത തമാശ തന്നെയാണ്. അത്തരത്തിലുള്ള ഉദറുകളൊന്നും സ്വീകരിക്കപ്പെടേണ്ടതില്ല. ഉദറ് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുമര്യാദ. നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു ഉദറ് പറഞ്ഞാൽ, ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ അത് സ്വീകരിക്കണം. അതാണ് ഇൽഫത്തുണ്ടാകാൻ, പരസ്പരം രഞ്ജിപ്പുണ്ടാകാൻ, പരസ്പരം മനസ്സ് അടുപ്പിക്കാനുള്ള മാർഗം അതാണ്. ഇപ്പൊ കഴിഞ്ഞ അധ്യായം നമ്മൾ പറയുന്ന സമയത്ത് അള്ളാന്റെ പേര് ചൊല്ലിയിട്ട് ഒരാൾ സത്യം ചെയ്താൽ സ്വീകരിക്കണം എന്ന കാര്യമൊക്കെ പറഞ്ഞിടത്ത് പരസ്പരം മനുഷ്യ മനസ്സുകളെ തമ്മിൽ കോർത്തിണക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ രഞ്ജിപ്പും ഐക്യം ഉണ്ടാക്കുന്നതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണു ചിമ്പിയിട്ട് അത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ മറ്റു തെറ്റുകളുടെ കാര്യത്തിലാണ്. മറിച്ച് കുഫറായി തീരുന്ന, ശിർക്കായി തീരുന്ന കാര്യം വരുമ്പോ അവിടെ ശിർക്കിന്റെയും കുഫറിന്റെയും വാക്ക് പറഞ്ഞു വന്നിട്ട് എന്തെങ്കിലും എതിർ പറഞ്ഞാൽ ലയണ്ടോണിയുപ്പൻ സ്വീകരിക്കപ്പെടേണ്ടതില്ലാത്തതാണ്. ഇത്രയും മസലകളാണ് ഇതിലുള്ളത്. ആ മസല് ജസ്റ്റ് ഒന്നുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാബു മൻ ഹസന ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ് അവിൽ ഖുർആനി അവിർ റസൂൽ. അള്ളാഹുവിന്റെ ദിക്ർ ഉൾക്കൊള്ളുന്നതോ അവന്റെ വചനങ്ങളെ കൊണ്ടോ അവന്റെ റസൂലിനെ കൊണ്ടോ ഒരാൾ പരിഹസിച്ചാൽ അവന്റെ ഹുക്മ് ഫഖദ് കഫർ എന്നുള്ളതാണ്. അതിനുള്ള ദലീൽ സൂറത്ത് തൗബയിൽ 65-ാമത്തെ ആയത്ത് വലഇൻ സഅൽതു. ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ ആളുകളോട് നബിയെ താങ്കൾ ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവരുടെ മറുപടി ഇന്നമാ കുന്നാ നഖൂമു വനൽഅബ്, ഞങ്ങൾ അങ്ങനെ സംസാരത്തിലാണ് മുഴുകിപ്പോയതായിരുന്നു. വനല്ല, അത് കാര്യത്തിന് പറഞ്ഞതല്ല, തമാശയ്ക്ക് വേണ്ടി വിനോദത്തിന് വേണ്ടി പറയായിരുന്നു, അതിൽ വന്നു പോയതാണ് എന്നവർ പറഞ്ഞേക്കും. അനി ഇബ്നു ഉമർ മുഹമ്മദ് ബിൻ കഅബ് വസൈദ് ബിൻ അസ്ലം വഖതാദ, ഇത്രയും പേര്. അതിൽ ഇബ്നു ഉമർ സഹാബിയാണ്, മറ്റുള്ളവർ താബിഈങ്ങളാണ്. മുഹമ്മദ് ബിൻ കഅബ് വഹുൽ ഖറദി, സൈദ് ബിൻ അസ്ലം മുഫസ്സിറുൽ മദീന, വഖതാദ വഹു ബിൻ ദഅമത്ത് അസ്സദൂസി റഹ്മല്ലാഹുൽ ജമീഅ ദഖല ഹദീസ് ബഅദിഹിം ഫീ ബഅദ്. പരസ്പരം ഒരു കൂട്ടർ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ അന്നഹു ഖാല റജുലുൻ, ആ കൂട്ടത്തിൽ അവർ സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഫീ ഗസ്വത്തി തബൂക്, തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, മാ റഅയ്നാ മിസ്ല ഖുറാഇനാ ഹൗലാ, നമ്മുടെ ഈ ഖുറായികളെ പോലെ, ഖുർആൻ അറിയുന്ന ഖുറായികളെ പോലെ നാം കണ്ടിട്ടില്ല. അർഗബ ബുത്തൂനൻ, ഇത്രയധികം പിന്നെ തിന്നാനുള്ള തീറ്റക്കൊതിയന്മാരായിട്ടുള്ള ആളുകളെയും, വലാഅക്ദബ അൽസുനൻ, ഇത്രയധികം കള്ളത്തരം പറയുന്നവരെയും, വലാഅജ്ബല ഇൻദൽ ലിഖാ, ശത്രുക്കളുമായി കണ്ടുമുട്ടുമ്പോൾ ഇത്രയധികം പേടിത്തൊണ്ടന്മാരായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നാം വേറെ കണ്ടിട്ടില്ല. യാനി ഖുറാക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി വസ്വഹാബുൽ ഖുറാ, റസൂലുള്ളാഹിയും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽപ്പെട്ട ഖുറായികളെയുമാണ്. ഫഖാല ലഹു ഔഫ് ബിൻ മാലിക്, ഈ വാക്ക് കേൾക്കാൻ ഇടവന്ന ഔഫ് ബിൻ മാലിക് പറഞ്ഞു, കദബ്, നീ പറഞ്ഞത് കളവാണോ? ലാ വലാകിന്നക മുനാഫിഖ്, മറിച്ച് താങ്കളാണ് കപടക്കാരൻ. ലൗ ഖബറന്ന റസൂലുള്ളാഹ്, ഞാൻ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്താതിരിക്കില്ല. ഫലാ ബഅഉ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബറ, തൽക്ഷണം ഔഫ് ബിൻ മാലിക് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോവുകയാണ് ഈ കാര്യം റസൂലുള്ളാഹിനെ അറിയിക്കാൻ വേണ്ടി. ഫവജദൽ ഖുർആന ഖദ് സബഖഹു, റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തി നോക്കുമ്പോൾ താൻ എത്തുന്നതിന് മുമ്പ് ഖുർആൻ തന്നെ മുൻകടന്നിട്ട് അവിടെ എത്തി റസൂലുള്ളാഹിക്ക് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ഫജാഅ ദാലിക റജുൽ, അങ്ങനെ ആ പറഞ്ഞ മനുഷ്യൻ വന്നു, ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. വഖദ് ഇർതഹൽ, നബി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വറകിബ നാഖതഹു, തന്റെ വാഹനപ്പുറത്ത് കയറുകയും ചെയ്തിട്ടുണ്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹ്, ഇന്നമാ കുന്നാ നഖൂദു വനല്ലം, ഞങ്ങൾ അങ്ങനെ പരിധി വിട്ട് വർത്തമാനം പറഞ്ഞു പെട്ടതാണ്, ഞങ്ങളത് തമാശക്ക് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഒരു യാത്രാ സംഘം പറയുന്ന അങ്ങനെയുള്ള ഒരു ലൂസായ വർത്തമാനത്തിൽപ്പെട്ട ഒരു വർത്തമാനം മാത്രമാണ്. ഈ സംസാരത്തിലൂടെ, തമാശയിലൂടെ വഴിയുടെ യാത്രയുടെ മുഷിപ്പ് മാറ്റാൻ വേണ്ടി, വഴിമുറിച്ചു കിടക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. ഖാല ഇബ്നു ഉമർ, ഇത് റിവായത്ത് ചെയ്യുന്ന ഇബ്നു ഉമർ പറയുകയാണ്, കഅന്നി അൻദുറു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ അപ്പ കണ്ട കാഴ്ച ഇപ്പോഴും മനസ്സിൽ എനിക്ക് തെളിഞ്ഞു നിൽക്കുന്നു. മുതഅല്ലിഖൻ, അയാൾ പിടിച്ചിട്ടുണ്ട്, ബിനിസ്അത്തി നാഖത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ്, മൂക്കയറ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വഇന്നൽ ഹിജാറ, കല്ലുകളാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് കാലിലും വന്നടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒട്ടകം ഇങ്ങനെ പോവുകയാണ്, ഒട്ടകത്തിന്റെ ഒപ്പം അതിന്റെ മൂക്കയറും പിടിച്ചിട്ട് ഇയാളും അങ്ങനെ ഓടുകയാണ്. അപ്പൊ കല്ലിന്റെ, അദ്ദേഹത്തിന്റെ രണ്ട് കാലിലും കല്ല് വന്ന് കൊണ്ടിരിക്കുന്നു. വഹുവ യഖൂൽ, അയാളെ ഈ എക്സ്ക്യൂസ് പറയാണ്, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്,
ഞങ്ങൾ വെറുതെ തമാശയായി പറഞ്ഞതാണ്, സംസാരം അങ്ങനെ പരിധി വിട്ട് പോയതാണ്. ഫയഖൂലു ലഹു റസൂലുള്ളാഹ്, അപ്പോഴെല്ലാം റസൂലുള്ളാഹ് അദ്ദേഹത്തിന് പറയുന്ന മറുപടി ഒന്ന് മാത്രമാണ്, അബില്ലാഹി വആയാതി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെ കൊണ്ട്, അവന്റെ വചനങ്ങൾ കൊണ്ട്, അവന്റെ ദൂതനെ കൊണ്ടാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? മായൽതഫിതു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കുന്നില്ല. വമായൽജീദു അലൈഹി, ഈ വാക്കിനപ്പുറം അവിടുന്ന് വർദ്ധിപ്പിക്കുന്നുമില്ല. ഇതാണ് അതിന്റെ നസ്സ്. പിന്നെ മസല ഞാൻ പറഞ്ഞതും. വല്ലാഹു അഅലം. വബിഹാദൽ ഖദർ അക്തഫി اليوم واسال الله العظيم رب العرش العظيم ان يتولانا في الدنيا والاخره انه على كل شيء قدير. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ദീനിന്റെ ചിഹ്നങ്ങളെ, ഉദാഹരണം താടി, വസ്ത്രധാരണം മുതലായവയെ പരിഹസിക്കുന്നവർക്ക് ഈ ആയത്ത് തെളിവാകുമോ? മുനാഫിഖെന്നോ കാഫിറെന്നോ അവരെ വിളിക്കാൻ പറ്റുമോ? എപ്രകാരം ഇത്തരക്കാർക്ക് നസീഹ കൊടുക്കണം? മുനാഫിഖ്, കാഫിർ എന്നുള്ളത് നമ്മൾ അവരെ വിളിക്കാൻ പറ്റില്ല. അതിൽ ആദ്യത്തെ വിഷയം അത് അവരെ വിളിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം ഇതാണ്. ഒരു മുസ്ലിമിന്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ അയാളുടെ താടി പോലുള്ള ഇത്തരം കാര്യങ്ങളാണ്. ഇവിടെ കഫർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് 3 വിഷയങ്ങൾ കൃത്യമായി നിർണയിച്ചിട്ടാണ്. അബില്ലാഹി വആയാതി വറസൂൽ. പിന്നെ രണ്ടാമത്തേത്, ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അതിന് നമുക്ക് കുറച്ചും കൂടി അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. അയാളുടെ എല്ലാ അവസ്ഥകളും പരിശോധിക്കേണ്ടതുണ്ട്. ഗലബത്തുണ്ടോ, മുസാബിലാണോ, വേറെ പ്രശ്നങ്ങൾ, അതൊക്കെ നോക്കണം. അതുകൊണ്ട് ഒരാളെ കാഫിർ, മുനാഫിഖ് എന്നുള്ള വിളിയുണ്ടല്ലോ, അത് ഒറ്റടിക്ക് വിളിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും പറയുന്നത്. അത് നമ്മളത് സൂക്ഷിക്കണം. പിന്നെ താടിയെക്കുറിച്ചോ, ഇസ്ലാമിൽ സുന്നത്താക്കിയിട്ടുള്ള താടിയെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തെക്കുറിച്ചോ മതത്തിന്റെ ഇത്തരത്തിലുള്ള അഅ്മാലുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഷിയാറുകളെ കുറിച്ചോ ഒരാൾ പരിഹസിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്, യാതൊരു സംശയമല്ല. അയാൾക്ക് നിങ്ങൾ നസീഹത്ത് കൊടുക്കുമ്പോൾ ഈ ആയത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. നീയുടെ മുനാഫിഖാണ്, നീയുടെ കാഫിറാണ് എന്ന് അയാളോട് പറയാൻ പാടില്ല. മറിച്ച് നീ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നീ മുഴുകുന്ന വിഷയം ഏതിലേക്കാണ് എത്തുക? റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവം, യുദ്ധത്തിന് പോകുകയാണ്. ഗസ്വത്ത് തബൂക്ക് ഏറ്റവും അധികം പ്രയാസമുള്ള ആ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ അടുക്കൽ നിന്നിങ്ങനെ അവരിൽ തമാശക്ക് പറഞ്ഞതാണ് നഖ്താഉ തരീഖ്, യാത്രയിലെ മുഷിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞതാണ് ലഹൂദു വൽ അബ്. പക്ഷേ തമാശ പരിധി വിടണം. പരിധി വിട്ടാലുള്ള പ്രശ്നം ഇതാണ്, നീ ഇപ്പൊ കയറി അവസാനം ദീനിന്റെ ഷിആറുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കുകയും അവൻ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെയാണ് നീ പരിഹസിക്കുന്നത്. ചിലപ്പോൾ പരിഹസിക്കുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ജാഹിലാണെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് ആളൊന്ന് മനസ്സിലാക്കി കൊടുത്ത് ഈ ആയത്തും അതുപോലെ സമാനമായിട്ടുള്ള വചനങ്ങളും നേരത്തെ ഞാൻ ഓതിയിട്ടുള്ള 2 ഹദീസുകൾ പ്രത്യേകം അതിൽ പറയേണ്ടതാണ്. എന്താണ് അനസ് ബിൻ മാലിക് എന്നുള്ള റിവായത്ത് ഞാൻ പറഞ്ഞു, ഇന്നകുന്ന തഅമലൂന അഅ്മാലൻ ഹിയ ഫീ നദരികും മദഖു മിന അശ്ശഅർ ഇൻ കുന്നാ ലനഅതുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. ആ ഹദീസും അതുപോലെ വഇന്ന റജുല ലാ യതകല്ലമു ബികലിമ ലാ യുൽഖി ലഹാ ബാല യഹ്വി ബിഹാ ഫീ ജഹന്നമ 70 ഖരീഫ. ഇത്തരം കാര്യങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്നെ പിന്മാറാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യണം. അങ്ങനെ മാറുന്നില്ലെങ്കിൽ അയാളോട് തമാശക്ക് പോകരുത്. ചെറിയുള്ള ഒട്ടകത്തിന്റെ അടുക്കൽ പോയിട്ട് പിന്നെ മാന്താൻ നടക്കരുത്. അതാണ് ആദ്യം നമ്മളിത് ചെയ്യുക. പിന്നെ നമ്മളെ തടി സലാമത്താക്കുക. ദീനുകൊണ്ട് മുഹാസറ, ദീന് ഒരു സാഹസത്തിന് മുതലാവുന്ന മേഖല അല്ല. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.